അനശ്വര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ജെൻസിക്കാരുടെ കൂടെ പ്രാന്തുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സീരിയസ് ആൻഡ് വെരി വൈബ്രൻ്റ് ആണ് സാധനം. കുറേ കളറും കുറേ അങ്ങനത്തെ ഓരോ ആൾക്കാരും. ഫ്യൂച്ചറിലാണ് കഥ നടക്കുന്നത്. അതിനുശേഷം ഇയാളുടെ ഒരു സിനിമ തിയേറ്ററിലൊക്കെ ഓടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നീ എന്നെ കളിയാക്കിക്കോ, എന്നെ തെറിവിളിക്ക്, നീ എന്നെ അത് ചെയ്യ്, എന്നെ ഇത് ചെയ്യ്, എനിക്ക് വ്യൂസ് കിട്ടട്ടെ, എന്നിട്ട് എനിക്ക് പൈസ കിട്ടട്ടെ. ഈ ബാക്കിയുള്ളവരൊക്കെ ഒരു മറ്റേ ടീംസും ഞാൻ ഭയങ്കര ആളാണെന്നുള്ള അതൊക്കെ അത്രയ്ക്ക് വേണം അണ്ണാ. എന്താ അത് പണ്ഡിറ്റ്സിനെയൊക്കെ അപമാനിക്കേ ഈ ഒരു പേരിട്ടിട്ട് എന്താ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കമൻസ് ആയിരുന്നു. ഓക്കെ, നിങ്ങൾ ആയതോട്ട് കാണുന്ന ആളാണെങ്കിൽ തേർഡ് സീസൺ നമ്മൾ ഇത്ര എക്സ്പെക്റ്റേഷനിലാണ് കാണുന്നു. ഈ സീസണിൽ നമുക്ക് കുറച്ച് ഉത്തരം കിട്ടും. മോർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. സലാർ 2 എടുക്കാണ്ട്, KGF തേർഡ് പാർട്ട് എടുക്കാണ്ട് ഇതൊക്കെ എപ്പോൾ എടുക്കും അണ്ണാ? വാലന്റൈൻസ് ഡേക്കല്ലേ വരുന്നത്. അപ്പോൾ ആരെങ്കിലും മൂവി ഡേറ്റിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പെണ്ണുള്ളവരും പെണ്ണില്ലാത്തവരും കാണാൻ പറ്റിയ പോലത്തെ കിടിലൻ ഒരു സിനിമ ഞാൻ ഈ ആഴ്ച കണ്ടു. ദാറ്റ് വാസ് ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ടുക്ക് ദിസ് വീക്ക്. കുറേ സിനിമകൾ ചവറ പോലെ കുറേ സിനിമകൾ വലിയ ഹൈപ്പൊന്നും ഇല്ലാത്ത എന്നാൽ കുറേ സിനിമകൾ ഇറങ്ങിയ ഒരാഴ്ചയായിരുന്നത്. പക്ഷെ ഞാൻ കാണാൻ തീരുമാനിച്ച സിനിമ വാസ് ടു ഗുഡ്. അത് ഇപ്പം എൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് അറിയില്ല. ഐ റിയലി എൻജോയ്ഡ് ഇറ്റ്. സോ ഒരു മൂവി റിവ്യൂ ഉണ്ട് ഈ ആഴ്ച. പിന്നെ ഇഷ്ടം പോലെ കിടിലൻ ന്യൂസുകളുണ്ട്. നമ്മുടെ ഗവൺമെൻറ് പണ്ട് കഴിഞ്ഞ ആഴ്ച വരെ സെൻസർ ബോർഡുകാരായിരുന്നു സിനിമനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് സിനിമ റിലീസ് ഒന്നും ചെയ്യാൻ വിടാതിരുന്നത്. ഇപ്പോൾ ദാ ഗവൺമെൻറ് നേരിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. സിനിമ വേണ്ട, ഇവിടെ സിനിമയൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഏരിയ നെറ്റ്ഫ്ലിക്സുകാരനെ കൊണ്ട് ട്രെയിലറും ബാക്കിയുള്ള പ്രൊമോഷണൽ സാധനങ്ങളൊക്കെ വിഡ്രോ ചെയ്യിപ്പിച്ചു, ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. യൂട്യൂബിൽ നിന്നൊക്കെ ട്രെയിലറൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു നെറ്റ്ഫ്ലിക്സിന്. അമ്മാതിരി കുറേ കാര്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ യോഗി ജി UP പുള്ളിയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. വേറൊരു സംഭവം, ഡൽഹിയിൽ നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഡൽഹിയിൽ 800 ആൾക്കാരെ പെട്ടെന്ന് കാണാനില്ല, കിഡ്നാപ്പ് ചെയ്തു അല്ലെങ്കിൽ മിസ്സിങ് ആയി പോയി. ഈ ജനുവരി 1 തൊട്ട് 15 ദിവസത്തിൽ, ഈ ഒരു കൊല്ലം സ്റ്റാർട്ടിങ്ങിൽ 15 ദിവസത്തിൽ 800 പേരിനെ ഡൽഹിയിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസൊക്കെ നിങ്ങൾ ചിലപ്പോൾ റീൽസിലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അത് ഇപ്പോൾ പറയുന്നത് ഡൽഹി പോലീസും മുംബൈ പോലീസും പറയുന്നത് ഇതൊക്കെ ഒരു കോൺസ്പിരസിയാണ്. ഇത് ഒരു സിനിമൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവരുടെ PR ടീം ഉണ്ടാക്കി വിട്ട ന്യൂസാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ കുറേ വൈൽഡ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബറായിട്ടുള്ള മാർക്കിപ്ലയർ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായിയുണ്ട്. പുള്ളി എന്നെ സ്വന്തമായിട്ട് പൈസയൊക്കെ എടുത്ത് ഇറക്കിയ ഒരു സിനിമ ഇറങ്ങി. പിന്നെ ഞാൻ കണ്ടൊരു വീഡിയോ ആണ് നമ്മുടെ സന്തോഷ് പണ്ഡിറ്റിൻ്റെ കുറച്ച് കൊണയടി. അപ്പോൾ അതും നമുക്ക് നോക്കാം. സോ ലോട്ട് ഓഫ് തിങ്സ് ടു ടോക്ക്. ഫസ്റ്റ് ലെറ്റ്സ് ഗോ ടു ദ ബെസ്റ്റ് ഡിസിഷൻ ഐ ടുക്ക് ദിസ് വീക്ക്. ലെറ്റ്സ് ഗോ ഫോർ റിവ്യൂസ്. അപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയ സിനിമകൾ ഏതൊക്കെയാണ്? ആശകൾ 1000, മേട്ടൻ്റെ കംബാക്ക് പോലത്തെ സിനിമ, നമ്മുടെ ജയറാമിൻ്റെയും മകൻ കാളിദാസിൻ്റെയും സിനിമ, പിന്നെ ഭാവനയുടെയും നമ്മുടെ റഹ്മാൻ്റെയും. അതിലെന്തോ ഭയങ്കര അനിമലിൻ്റെ സൗണ്ട് മിക്സിങ് ചെയ്ത ആൾക്കാരോ അങ്ങനെ എന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പാണ്. T-സീരീസോ അങ്ങനെ എന്തൊക്കെയോ പ്രൊഡക്ഷനിലൊക്കെ ഉള്ള വലിയ പ്രൊഡക്ഷനൊക്കെ ഉള്ള സിനിമയാണത്. അനോമി സിനിമ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ കണ്ടില്ല. പിന്നെ എനിക്ക് കാണുന്നുണ്ടായത് മായാസഭയാണ്. അത് കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ നോക്കിയപ്പോൾ രണ്ട് ഷോ ഉണ്ടായിരുന്നു ഒരു ദിവസം. ഒരു ദിവസം സ്കിപ്പ് ചെയ്തപ്പോഴേക്കും പോയി. ഈ മായാസഭ ഏത സിനിമ എന്നറിയാത്തവർക്ക് തുമ്പാട് എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ കോവിഡിൻ്റെ സമയത്തൊക്കെ ഭയങ്കര ഹിറ്റായ ഒരു സിനിമയാണ്. OTTയിലാണ് ഹിറ്റായത്. അയാളുടെ സെക്കൻഡ് മൂവിയാണിത്. കുറേ കൊല്ലത്തിന് ശേഷം ചെയ്യുന്നതാണ്. അതെങ്കിലും ഇത് മര്യാദയ്ക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല, സോറി. ഇനി ഇതും OTTയിൽ ഇറക്കി അത് ഹിറ്റാക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാണുന്നുണ്ടായത്, അതും കാണാൻ പറ്റിയില്ല. പിന്നെ അതാണ് പ്രകമ്പനം കാണുന്നുണ്ടായത്, അത് മിസ്സായി, എല്ലാം മിസ്സായി. പക്ഷേ ഞാൻ കണ്ട സിനിമ ദാറ്റ് വാസ് ഒരു തമിഴ് സിനിമയാണ്, വിത്ത് ലവ്. ഓക്കെ, അത് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 2 കാരണമാണ്. ഒന്ന്,
ഇതിൻ്റെ ട്രെയിലർ ഞാനൊരു ആക്സിഡൻ്റലി വെറുതെ ചുമ്മാ കണ്ടതാണ്. അപ്പോഴാണ് ഞാൻ ഈ പേര് ശ്രദ്ധിക്കുന്നത്. മദൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറുണ്ട്. പുള്ളിയുടെ ലവർ എന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടർ അഭിനയിച്ചൊരു സിനിമയുണ്ട്, ലവർ എന്ന് പറഞ്ഞിട്ട്. അതായത് ശരിയായൊരു എന്താ പറയുക, കപ്പിളിൻ്റെ രണ്ട് പേരുടെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഫ്ലാഷി അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ അടിച്ച് പൊളി അങ്ങനത്തെ ഒരു സംഭവമല്ല. ഒരു ഗ്രൗണ്ടഡായിട്ട് ഭയങ്കര റിയലായിട്ട് അല്ലെങ്കിൽ നടക്കാവുന്ന കാര്യം, റിലേറ്റബിൾ എന്നല്ല, നടക്കാവുന്ന കാര്യം. പിന്നെ നമുക്ക് ഭയങ്കര ഒരു ക്യൂരിയസ്നെസ് ഉണ്ടാവും, ഇവരുടെ ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കും. കാരണം ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കപ്പിൾസ് ഉണ്ടാവും, അവരായിരിക്കും മെയിൻ. അപ്പോൾ അവർ ബോറിംഗ് ആണ്, അല്ലെങ്കിൽ അവരിങ്ങനെ വലിയ പാട്ട്, ഡാൻസ്, മറ്റേത് അങ്ങനത്തെയൊക്കെ ഐറ്റം സോങ് അങ്ങനെ ഹിന്ദിക്കാരുടെ കിട്ടിയ അങ്ങനെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഒരു വൈബാണെങ്കിൽ ഒരു വി ഡോണ്ട് കെയർ അബൌട്ട് ദോസ് ക്യാരക്ടേഴ്സ്. ലൈക്ക് ഇവരെന്തോ ആയിക്കോട്ടെ, അവസാനം ഒന്നിക്കുമായിരിക്കും എന്ന് നമുക്ക് ഓൾറെഡി ഒരു സംഭവം ഉണ്ടാവും. പക്ഷേ ഈ ഇങ്ങനത്തെ ഗ്രൗണ്ടഡ് ലവ് സ്റ്റോറിയിൽ എന്തും സംഭവിക്കാം. പിന്നെ നമുക്കിങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും, ഇനി ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. അത് എനിക്ക് കിട്ടിയൊരു സിനിമയാണ് ഈ ലവർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അതിൽ 2 ഡയറക്ടേഴ്സ് ഉണ്ട്. അതിലൊരാളാണ് ഈ മദൻ. പുള്ളിയുടെ സെക്കൻഡ് മൂവി അങ്ങനെ എന്തോ ആണ് ഈ സിനിമ. അതുപോലെ നമ്മുടെ അനശ്വര അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് വേറൊരു സിനിമ, കഴിഞ്ഞ കൊല്ലത്തെ ഏറ്റവും കാണാൻ കൊള്ളാവുന്ന ഒരു തമിഴ് സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്നുള്ളത്. കിഡിലൊരു ഭയങ്കര സോളുള്ളൊരു സിനിമയായിരുന്നു. എന്താ പറയുക, ഒരു പോസിറ്റീവ് സിനിമ. ബഹളോ അടിപിടി അങ്ങനത്തെ ഒന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, ഒരു സമാധാനമുള്ള സിനിമ എന്ന് പറയില്ല, അതന്നെ, അതാണ് സംഭവം. നന്മയുള്ള സിനിമയായിരുന്നു, ഭയങ്കര ഒരു നൈസായിരുന്നു. ആ ടൂറിസ്റ്റ് ഫാമിലീൻ്റെ ഡയറക്ടറാണ് ഇതിലെ നായകൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമ. സോ അങ്ങനെയായിരുന്നു എനിക്ക് ഈ സിനിമയെക്കുറിച്ച് അറിയാം. പിന്നെ സൗന്ദര്യ രജനീകാന്തോ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഓക്കെ, സോ അങ്ങനെയാണ് ഞാൻ എന്നാൽ പിന്നെ ഇത് കാണാം, ഇനി വേറെ ഒന്നും കാണാൻ വയ്യ. ഈ ആശകളായിരൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ട്രെയിലർ ഇതൊക്കെ കണ്ടപ്പോഴേ ഈ മറ്റേ ഫാമിലി ആ ഒരു സംഭവം ആയിരിക്കുമോ, കരിച്ചിലും പിഴിച്ചിലും, അച്ഛൻ മകൻ, മറ്റേ വഴിതെറ്റിപ്പോകുന്ന മകൻ അച്ഛൻ, അങ്ങനെയൊക്കെയുള്ള സംഭവം ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ടാണ് പോവാതെ ഇരുന്നത്. ദിസ് വാസ് ലൈക്ക് വെരി റിഫ്രഷിങ് ടു വാച്ച്. പുതിയൊരു കഥയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഇത് ഓട്ടോഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ ഒരു സിനിമയുണ്ട്. അതായത് ഒരു നായകൻ്റെ പാസ്റ്റ് ലവ്, കുറേ ലവേഴ്സ്, ഇയാളുടെ ലവേഴ്സ് എന്നല്ല, കുറേ ഒരു പെൺകുട്ടികൾ ഇയാളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ചിലവരുടെ അടുത്ത് ഇയാൾക്ക് ഇഷ്ടമുണ്ടാവും, ചിലവരുടെ അടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ അവരിനൊക്കെ ഈ കല്യാണത്തിൻ്റെ സമയത്ത് ഒന്ന് കാണാൻ പോവുകയെ അങ്ങനെ എന്തോ ആണ് ആ ഓട്ടോഗ്രാഫ് മൂവി. പിന്നെ നമ്മുടെ 96 അതും ഒരു ഇതുപോലത്തെ അല്ലേ, അതായത് ഒരു നൊസ്റ്റാൾജിയ പരിപാടി, സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു പ്രണയം, അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഇതെല്ലാം കൂടി ഒരു മിക്സ് സാധനം. പക്ഷേ ജെൻസി കഥ, അതാണ് ഞാൻ പറഞ്ഞ്, മൂവി ഡേറ്റോ അങ്ങനെയൊക്കെ ആരെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗോ വാച്ച് ദിസ് മൂവി. അതായത് ഒരു അടിപിടി ബഹളം, മറ്റേ കരച്ചിൽ വീഴ്ചയിൽ ഒന്നുമില്ല, ഭയങ്കര പോസിറ്റീവ് സിനിമ. എനിക്കത് കണ്ടപ്പോൾ ഈ ഹോപ്പ് കോർ വീഡിയോസൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ കണ്ടിട്ട് എന്തത് എന്നൊക്കെ തോന്നില്ല, അതുപോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ഇനിയിപ്പോൾ എനിക്ക് മാത്രമാണോ അങ്ങനെ തോന്നിയെന്ന് അറിയില്ല. ഞാൻ ഇതിൻ്റെ റിവ്യൂ ഒന്നും വേറെ കണ്ടില്ല, എനിക്കിഷ്ടപ്പെട്ടു. ദാറ്റ് വാസ് എ റിയലി പ്ലസൻറ്റ് മൂവി ഫോർ മീ. ഞാനിപ്പോൾ ഇത്രയും ഹാപ്പി ആയിരിക്കാൻ കാരണം ഞാൻ ആ സിനിമ കണ്ടിട്ട് വന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഹാപ്പി. എന്താണെന്ന് അറിയില്ല, ഭയങ്കര രസമായിട്ട് തോന്നി. ഇറ്റ് വാസ് റിയലി ഗുഡ്. അനശ്വര കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇനിയിപ്പോൾ അനശ്വര കുറേ റോളൊക്കെ കിട്ടും തോന്നുന്നുണ്ട് തമിഴ്നാട്ടിൽ. കാരണം നൈസൊരു ശരിക്കും ആ ഒരു ജെൻസിക്കാരുടെ കൂടെ പ്രാന്തുണ്ടല്ലോ, അതൊക്കെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്കൊരു ഈ സീരിയസ് റിലേഷൻഷിപ്പിൽ എപ്പോഴും ഇവർക്കൊരു താല്പര്യം ഉണ്ടല്ലോ. ഇവർക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്താണ് സിറ്റുവേഷൻഷിപ്പ്, ആ ഷിപ്പ് ഈ ഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സംഭവങ്ങളൊക്കെ ഇതിലുണ്ട്. കാഷ്വൽ സെക്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആണല്ലോ ഇവർ. അപ്പോൾ
അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലാവാൻ അവർക്ക് എന്തോ ഒരു പേടി പോലത്തെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യം, അതിൻ്റെ കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. മെയിൻലി നൊസ്റ്റാൾജിയാണ്, സ്കൂളിലെ പ്രണയം. ഓക്കെ, ചെറിയൊരു പ്ലോട്ട് ട്രെയിലറിലൊക്കെ ഉള്ള സാധനമാണ്. ഞാനിപ്പോൾ ഇനി സ്പോയിലൊന്നും ചെയ്യാനില്ല. ഒന്നാമത് ചെറിയ പ്ലോട്ട് പറയുകയാണെങ്കിൽ 2 പേര് ഒരു എന്താ പറയുക, കല്യാണം പെണ്ണ് കാണലെന്നൊക്കെ അൺഒഫീഷ്യൽ പെണ്ണ് കാണലുണ്ടല്ലോ കഫേയിലൊക്കെ പോയിട്ട്. അപ്പോൾ അതുപോലെ 2 പേര് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അത് മീറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവർ മീറ്റ് ചെയ്തിട്ട് അവർക്കൊരു ചെറിയൊരു സംഭവമുണ്ട്, ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അവരൊരു പുതിയൊരു റൂൾ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ചാലഞ്ച് പോലെ അവർക്ക് തന്നെ വേണ്ടി ഉണ്ടാക്കുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ 2 പേർക്കും ഒരു സ്കൂളിലെ പ്രണയമുണ്ട്, പക്ഷെ അത് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 2 പേർക്കും ഇങ്ങനൊരു സംഭവമുണ്ട്, ഒരു ഫ്ലാഷ് ബാക്ക് പോലത്തെ പരിപാടിയുണ്ട്. അപ്പോൾ പിന്നെന്താ അതിനെ ചെയ്യുക, അതാണ് അതിൻ്റെ കഥ. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. സോ ഇറ്റ് വാസ് റിയലി നൈസ്. ഒരു ഹോപ്പ് കോർ വീഡിയോ കണ്ട പോലെയുണ്ട്. ലൈറ്റ് സാധനമാണ്, ഒരു സിനിമ കണ്ട ഫീലൊന്നും എനിക്കില്ല. ഒരു വലിയൊരു ഹോപ്പ് കോർ സാധനം കണ്ട പോലെ നൈസ്. അനശ്വരൻ്റെ തമിഴൊക്കെ അടിപൊളി. അനശ്വരൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അതായത് കുറേ ലാംഗ്വേജിൽ പോയിട്ട് ഫ്ലോപ്പാക്കി. ഇടയ്ക്ക് തെലുങ്കോ കന്നഡയോ എന്തൊക്കെയോ പോയി കുറേ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ, എന്തൊക്കെയോ ഒരു പാട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സിനിമകളൊക്കെ ചെയ്ത് എല്ലാം ഫ്ലോപ്പായി, ഫുള്ള് ബോംബ് പൊട്ടിക്കലാണ്, പുറത്ത് പോയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കണ്ടുള്ളൂ. സോ ദിസ് വാസ് ഗുഡ്. ഇത് തിയേറ്ററിൽ ഓടുമെന്ന് ഈ തമിഴന്മാർ ഇങ്ങനത്തെ ഈ ചെറിയ സിനിമ ഒന്നും കാണാൻ പോലില്ല. ഇപ്പം അങ്ങനെ പോകുമെന്നറിയില്ല. കാരണം നമുക്ക് ഈ ഡ്യൂഡും അങ്ങനത്തെ സാധനം പ്രതീക്ഷിക്കരുത് കേട്ടോ. ഭയങ്കര വൈബ്രൻറ്റ് സാധനം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രൗണ്ടഡ് സാധനം, ഗ്രൗണ്ടഡ് പരിപാടിയാണിത്. എന്നാൽ 96 പോലത്തെ ഒരുപാട് ഗ്രൗണ്ടഡും ഇല്ല. ആ ഒരു സംഭവം മനസ്സിലായ അത്രേ ഉള്ളൂ. സോ ഞാൻ ഇനി ഇതിനെ കൺവിൻസ് ചെയ്യുന്നില്ല. ഗോ വാച്ച് ഇറ്റ് ഇഫ് യു ആർ ഗോയിങ് ഫോർ എ മൂവി ഡേറ്റ് ഓർ ഈ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ഇറ്റ്. ഇറ്റ്സ് വെരി നൈസ്. ഓക്കെ, ഇനി പെണ്ണില്ലാന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ഹോപ്പ് കോർ സാധനം വേണമെങ്കിൽ ഗോ വാച്ച് ഇറ്റ് വിത്ത് ലവ്. ഓക്കെ, നൈസ് മൂവി, ബിഗ് തംസ് അപ്പ് ഫോർ ദാറ്റ് മൂവി. ഓക്കെ, ഗോ വാച്ച് ഇറ്റ്. ഇനി അടുത്തത് നമ്മൾ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ട് വെച്ചത്, കാരണം ഞാൻ അന്നേ പറഞ്ഞാണ് ഇപ്പോൾ ആഴ്ചക്കാണല്ലോ ഈ സീരീസ് ഓരോ എപ്പിസോഡ് വെച്ച് ഇറങ്ങുന്നത്. അപ്പോൾ ഈ എല്ലാം കഴിഞ്ഞിട്ടേ റിവ്യൂ പറയുള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. കാരണം എനിക്കൊരു അബദ്ധം പറ്റിയത് ഈ പ്ലെറിബസിൻ്റെ കാര്യത്തിലാണ്. ആദ്യത്തെ 2 എപ്പിസോഡ് കണ്ടപ്പോൾ പൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു. അവസാനം എനിക്കെന്നെ മാറ്റി പറയേണ്ടി വന്നു, വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് പറയേണ്ടി വന്നു. സോ ആ തെറ്റ് ഞാൻ ചെയ്തില്ല. അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തത് ഫോൾ ഔട്ട് തീരാനാണ്. 2nd സീസൺ തീർന്നിട്ടുണ്ട്, 8 എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഫിനിഷ്ഡ്. ഓക്കെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഗെയിമിനെക്കുറിച്ച് അറിയാതിരിക്കുമോ? ഇപ്പോൾ എനിക്കും ഈ ഗെയിമിൻ്റെ മറ്റേ മൈന്യൂട്ട് സംഭവങ്ങൾ അതാരാണ് ഇതാരാന്ന് എനിക്കും അറിയൊന്നുമില്ല. ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് ഈ ഗെയിം കളിക്കുന്നത് വേറൊരാൾ, അത്രേ എനിക്കറിയുള്ളൂ. ഞാൻ ഈ ഗെയിം അങ്ങനെ ഇരുന്ന് കളിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഫ്രഷ് മൈൻഡോട് കൂടിയിട്ടാണ് ഞാൻ കാണുന്നത് ആക്ച്വലി. പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുമ്പോൾ അതിൽ ഗെയിമിൽ ആരാണ് എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമെങ്കിലും ആർക്കും വേണമെങ്കിൽ കാണാം. കിട്ടില്ലെന്ന് പറഞ്ഞാൽ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ഉണ്ടല്ലോ, എനിക്ക് ഈ വേൾഡ് ബിൽഡിങ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ആ ലോകത്തായി പോവില്ലേ, ആലോചിച്ച് നോക്ക്. അതായത് പുതിയൊരു ലോകത്തേക്ക് നമ്മളെ കൊണ്ടുപോകണം. അപ്പോൾ അവിടെയുള്ള കുറേ പുതിയ നിയമങ്ങൾ, പുതിയ ആൾക്കാരുകൾ, പുതിയ കൾച്ചർ സംഭവങ്ങൾ, കുറേ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, അതിൻ്റെ ഒരു പീക്ക് സാധനം. അതായത് ഇറ്റ് വാസ് ലൈക്ക് ഓരോ എപ്പിസോഡിലും നമ്മൾ ഓരോ പുതിയ സ്റ്റോറി ലൈനും അതേപോലെ പുതിയ കാര്യങ്ങളുമാണ്. അതായത് ഇവൻഫുൾ അല്ലാത്തൊരു എപ്പിസോഡേ ഇല്ല. എല്ലാ എപ്പിസോഡിലും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ സംഭവിക്കും. ഈ 8 എപ്പിസോഡേ ഉള്ളൂ എങ്കിലും ഓരോ മണിക്കൂറിൻ്റെ അടുത്ത് ഉള്ള 8 എപ്പിസോഡ് ഉണ്ട്. പക്ഷേ ഈ 8 എപ്പിസോഡിലും സംതിങ് ബിഗ് ഈസ് ഹാപ്പനിങ് ഇൻ എവറി എപ്പിസോഡ്. അപ്പോൾ എന്താണ്, കിടിലാണ്. ആകെ ഒരു പ്രശ്നം ചെയ്തൊരു മണ്ടത്തരം എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ ഓരോ ആഴ്ച ഇറക്കിയതാണ്. ഇത് ഒരുമിച്ച് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പൊളി. ആ ഫസ്റ്റ് സീസൺ അങ്ങനെയാണ് ഇറക്കിയത്. അത് തന്നെ ഫസ്റ്റ് സീസൺ അങ്ങനെ ഇറക്കിയത്, ഒരുമിച്ച് ഇറക്കിയത്.
ഇത് അവർക്ക് അങ്ങനെ ചെയ്തുകൂടെ? കാരണം നമുക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെക്കാനുണ്ട്. ഓർത്ത് വെക്കുകയല്ല, അവസാനം എന്ത് സംഭവിച്ചു, എന്താണ് അവസാനത്ത് ആ ഒരു കോൺടെക്സ്റ്റ് നമുക്ക് റീക്യാപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ആ കോൺടെക്സ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സംഭവം അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാണാം. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ സംതിങ് സീരിയസ് ആൻഡ് വെരി വൈബ്രൻ്റ് ആണ് സാധനം. കുറേ കളറും കുറേ അങ്ങനത്തെ ഓരോ ആൾക്കാരും ഈ ഫ്യൂച്ചറിസ്റ്റിക് കോർ എന്ന് പറയില്ല, അതായത് ഫ്യൂച്ചറിലാണ് കഥ നടക്കുന്നത്. ഒരു മനുഷ്യന്മാരനെ നശിപ്പിച്ചിട്ട് ഒരു അപ്പോക്കലിപ്റ്റിക് കൈൻഡ് ഓഫ് വേൾഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ കുറേ കമ്പനി ആൾക്കാർ, കുറേ കോർപ്പറേറ്റ്സ് ആൾക്കാർ കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ, വോൾട്ട് ഡ്വല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ, അത് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കർ പോലത്തെ ഒരു പരിപാടി. പിന്നെ മോളിൽ വേസ്റ്റ് ലാൻഡിൽ താമസിക്കുന്ന വേറെ കുറച്ച് ആൾക്കാർ, വൈൽഡായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവിടുത്തെ ഓരോ ചെറിയ സിറ്റി പോലത്തെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഓരോ സ്ഥലത്ത് ഓരോ സംഭവങ്ങളൊക്കെയാണ്. ഗൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ക്യാരക്ടറുണ്ട്. ആ പുള്ളിക്കാരൻ വൈറ്റ് ലോട്ടസ് ഇല്ലേ, ലാസ്റ്റ് സീസൺ വൈറ്റ് ലോട്ടസ്, അതിലുണ്ടായത് ചെങ്ങനെ പേര് എനിക്ക് ഓർമ്മയില്ല, ആളാണ്. നൈസ് ആക്ടറാണ് പുള്ളി. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, നൈസ് സാധനമാണ്. കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്വഞ്ചർ കഥ, കുറേ സ്റ്റോറി ലൈൻ ഉണ്ട്. എല്ലാം കൂടി ലാസ്റ്റ് വന്ന് മെർജ് ചെയ്യും. ഒരു എന്താ പറയുക, ഒരു പെർഫെക്റ്റ് ഒരു എൻഡിങ് ഫോർ എ സീസൺ എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഫസ്റ്റ് സീസണിലും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ എനിക്ക് സംശയമായി ഇനിയിപ്പോൾ തേർഡ് സീസൺ ഇല്ലേ, കാരണം ഇവർ നിർത്തുന്നത് അങ്ങനെയാണ്. അതായത് ഇനി അടുത്ത് എന്ത് സംഭവിക്കും എന്നുള്ള രീതിയിലൊന്നുമല്ല. ഈ ചില ഇപ്പത്തവന്മാർ നിർത്തുന്നില്ലേ, എന്താണ് ക്ലിഫ് ഹാങ്ങേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്, ക്ലിഫ് ഹാങ്ങർ ഇട്ട് നമ്മളെ ഇനി എന്താണ് ഇനി അടുത്ത് സംഭവിപ്പിക്കുന്നത് എന്ന് ആലോചിച്ച് നമ്മളെ പ്രാന്താക്കുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല. ഇത് ഭയങ്കര ഒരു ഹോൾസം എൻഡിങ് ആയിരുന്നു. അപ്പോൾ നമ്മളെന്ത് വിചാരിച്ചു, ഇനിയിപ്പോൾ ഇല്ലേ എന്ന് നോക്കി. അപ്പോൾ അടിച്ചു നോക്കി ബില്ലുണ്ട്, പ്രൊഡക്ഷനിലുണ്ട്, അടുത്ത കൊല്ലം വരുന്നുണ്ട്. ഓക്കെ, ആരും പേടിക്കണ്ട. ഇറ്റ് വാസ് വെരി നൈസ്. ഫോളോ ഔട്ട് കാണുക. ഇനിയിപ്പോൾ ഗെയിമിൽ എന്താണ് അതൊന്നും അറിയണ്ട, ഗോ വാച്ച് ഇറ്റ്. ഓക്കെ, സെക്കൻഡ് സീസണിൻ്റെ ആമസോൺ പ്രൈമിലുണ്ട്. ബിഗ് ഡബിൾ തംസ് അപ്പ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആണ് റിവ്യൂസ്. ഇനിയും രണ്ട് സീരീസ് റണ്ണിങ്ങിലാണ്. ഒന്ന് ഇൻഡസ്ട്രിയും ഉണ്ട്, ഒന്ന് നമ്മുടെ നൈറ്റ് ഓഫ് ദി സെവൻ കിങ്ഡം ഉണ്ട്. അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, തീരട്ടെ എന്നിട്ടേ റിവ്യൂ പറയുന്നുള്ളൂ. ഇനി അതാണ് നമ്മുടെ റൂള്, ഇടയ്ക്കിടയ്ക്കുള്ള റിവ്യൂ ഇല്ല, എല്ലാം കഴിഞ്ഞിട്ടേ പറയുന്നുള്ളൂ. കാരണം ഇതൊക്കെ എങ്ങടെ എത്തും, അവസാനം ഇവർ കൊളാക്കുമോ ഒന്നും അറിയുന്നില്ല, അതാണ് അവസ്ഥ. സോ ദാറ്റ്സ് ഓൾ ഫോർ റിവ്യൂസ് ഫോർ ദിസ് വീക്ക്. ലെറ്റ്സ് ഗോ ഫോർ ദ ബിഗ് ന്യൂസ് ഫോർ അൺഎംപ്ലോയിഡ് പീപ്പിൾ, ബിക്കോസ് ദർ ഈസ് ലോട്ട് ഓഫ് ന്യൂസ് ആക്ച്വലി. ലെറ്റ്സ് ഗോ. ഈ ആഴ്ച ഒരു വൈറൽ വീഡിയോ പോലെയല്ല, ഒരു സംഭവം ഇങ്ങനെ കണ്ടത്, അത് ഇങ്ങനെ റാൻഡമായിട്ട് കണ്ടതാണ്. ഞാൻ ആ പരിപാടി ഫുള്ളായിട്ടൊന്നും കണ്ടില്ല, ഈ ഒരു പോർഷൻ മാത്രമേ ഞാനും കണ്ടുള്ളൂ. എന്തോ ഒരു 24ൻ്റെ ഈ ശ്രീകണ്ഠൻ നായരുടെ എന്തോ ഒരു പുതിയൊരു പരിപാടി വന്നിട്ടുണ്ട്, ഈ ഡിബേറ്റ് പോലത്തെ. അപ്പോൾ ഈ വൈൽഡ് ഐഡിയാസ് ഉള്ള രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് ഉള്ള ആൾക്കാരൊക്കെ വിളിച്ചെടുത്ത് തെരുവിളിയും ചീത്തവിളിയൊക്കെയാണ്. അങ്ങോട്ട് TRP കൂട്ടാണല്ലോ. അപ്പോൾ ഈ ഇൻ്റർനെറ്റിൽ മാത്രം പോരല്ലോ അടിയും തെരുവിളിയൊന്നും. അപ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ കുറച്ച് വൈൽഡ് എക്സ്ട്രീമിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടാണ് പരിപാടി. അതിൻ്റെ മുന്നത്തെ ഒരു പരിപാടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീക്രട്ട് ഏജൻ്റൊക്കെ ഉള്ള ആ പരിപാടിയായിരുന്നു. അതിൽ സന്തോഷ് പണ്ഡിറ്റ് വന്നിരിക്കുന്നതാണ്. പുള്ളി പറയുന്നത് ഈ റിയാക്ഷൻ വീഡിയോസും ഈ ബാക്കിയുള്ള, അതായത് ഈ കാറിൻ്റെ ഉള്ളിലിരുന്ന് പറഞ്ഞതൊക്കെ ഒരു മോശം പരിപാടിയാണ്. എൻ്റെ ചാനലിൽ ഞാനിങ്ങനെ മറ്റൊരാളിനെ കുറ്റം പറയുന്നില്ല. ഞാൻ സ്വന്തമായിട്ട് പൈസ മുടക്കി സിനിമ എടുത്ത് ഞാൻ മറ്റേ ആ സാധനമാണ് എൻ്റെ നിങ്ങളുടെ പോലത്തെ എന്നാൽ തേർഡ് ക്ലാസ് ആവും എന്തോ ഒരു ചാനലല്ല, എൻ്റെ ശരിയായ ചാനലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സീക്രട്ട് ഏജൻറ്റ് ഇയാൾ ചെയ്യുന്നത് കോമാളിത്തരമാണെന്ന് അങ്ങനെ എന്തോ അതിന് മുന്നേ എന്തോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ആൾക്ക് ദേഷ്യം വന്നു. അപ്പോൾ ഈ സന്തോഷ് പണ്ഡിറ്റിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് പോവാം. കാരണം അതായത് ഈ എന്താണെന്നറിയില്ല, പുള്ളിക്ക് നല്ലോണം സംസാരിക്കാൻ അറിയാം, പ്രത്യേകിച്ച് ഡിബേറ്റിൽ. എപ്പോൾ ഇയാളിനെ ഊക്കി പൊളിച്ചുകൊണ്ടിരുന്ന സമയമുണ്ട്. ഈ
സിൽസില പരിപാടിയില്ലേ, അത് വേറൊരാളായിരുന്നു. അതേ സമയത്താണ് ഇയാളുടെ കുറേ ഇങ്ങനത്തെ ഓരോ ഊള സിനിമകളും കൃഷ്ണൻ രാധയും പോലത്തെ കുറേ സിനിമകളും മറ്റേ എന്താണ് തോക്കിലുണ്ട് ഇല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടോ ഇയാളുടെ ഒരു ഊള ഡയലോഗൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സംഭവം ഇയാൾക്ക് നല്ലോണം വർത്താനം പറയാൻ അറിയാം. പക്ഷെ ഇയാൾക്കൊരു വിചാരമുണ്ട്, അതായത് ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ ഇരിക്കാൻ, കുറച്ച് ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി വൈകുന്നേരം, അപ്പോൾ ഇന്ന് എന്ത് ചെയ്യാം, അപ്പോൾ ഇന്ന് നമുക്ക് പുറത്ത് പോവാം, നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം, ഡിന്നറൊക്കെ പുറത്തുനിന്ന് കഴിക്കാം, നമുക്കൊരു സന്തോഷ് പണ്ഡിറ്റിൻ്റെ സിനിമ കാണാം എന്ന് ഒരു ബോധമുള്ള ഒരാൾ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അറിയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യും. ഇയാളുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് പണ്ട് ഒരു തെറി വിളിക്കുന്ന ഒരു വോയിസ് ഉണ്ടായിരുന്നു. പണ്ട് ഈ MP3 ഒക്കെ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് അയച്ച് കളിക്കുന്ന കാലത്ത് ആ മൊബൈലിൽ ഒരു വോയിസ് ഒരു ഇതുണ്ടായിരുന്നു, ഒരു റെക്കോർഡിങ്, ഒരു കോൾ റെക്കോർഡിങ്. അതിൽ ഇയാളിനെ വിളിച്ചിട്ട് തെറി വിളിക്കാം. അപ്പോൾ ഇതാരാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോഴാണ് ഇങ്ങനെ ഒരു കൃഷ്ണൻ രാധയും പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ടെന്നും അതായത് ഇങ്ങനൊരു ഈ നമ്മളെ ഇപ്പോഴത്തേക്ക് പിള്ളേർ ഈ മൊബൈലൊക്കെ എടുത്തൊരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യില്ലേ, അതുപോലെ പുള്ളി പണ്ട് ചെയ്തു. എന്നിട്ട് പുള്ളിക്ക് എന്തൊക്കെയോ നല്ല നാക്കുണ്ട്. അപ്പോൾ ഈ വർത്താനം പറഞ്ഞ ആൾക്കാരിനെയൊക്കെ നൈസാക്കിയിട്ടാണോ എന്താണെന്നും അറിയില്ല, അതോ വൈറൽ പോലെ ആയി. അന്നൊന്നും വൈറലാവാൻ എങ്ങനെ വൈറൽ ചെയ്യണം, ഇൻ്റർനെറ്റിൽ ഇല്ല. അപ്പോൾ അന്ന് എങ്ങനെയൊക്കെയോ ആയിട്ട് ഇയാളുടെ ഈ സിനിമ കുറച്ച് തിയേറ്ററിലൊക്കെ ഓടി. അതിനുശേഷം ഇയാളുടെ ഒരു സിനിമ തിയേറ്ററിലൊക്കെ ഓടിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സമയത്ത് അന്ന് ഈ ഒരു വളിപ്പ് ഭയങ്കര ഹിറ്റാവുന്ന ഒരു സാധനമാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ സിൽസില ഹേ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അതായത് ആൾക്കാർ കളിയാക്കുകയാണ് ആ പാട്ടിനെ. അതേപോലെയായിരുന്നു ഇതും. ഇപ്പം നമ്മൾ അലിൻ ജോസ് പെരേര മറ്റേ ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ആ വീഡിയോസിന് വ്യൂസും ആ വീഡിയോസിന് ഈ ആൾക്കാർ കമൻറ്റും ഒക്കെ എന്താ ചെയ്യുന്നത്, ദേ ആർ മോക്കിങ് ഹിം. പക്ഷെ അവർക്കൊരു ഭയങ്കര തൊലിക്കട്ടിയുണ്ട്. അവരെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്നെ കളിയാക്കിക്കോ, എന്നെ തെറി വിളിക്കി, നീ എന്നെ അത് ചെയ്യ്, എന്നെ ഇത് ചെയ്യ്, എനിക്ക് വ്യൂസ് കിട്ടട്ടെ, എന്നിട്ട് എനിക്ക് പൈസ കിട്ടട്ടെ എന്നുള്ള ലെവലിലായിരുന്നു പുള്ളി. പിന്നെ ഇയാളുടെ തിയേറ്ററിലൊന്നും ആരും ഇറക്കാണ്ടിരുന്നപ്പോൾ ഇയാളൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് അതിലിങ്ങനെ സിനിമ, ഇപ്പോഴും എന്തൊക്കെയോ സിനിമ ഒക്കെ ഇറക്കി. ഞാൻ വെറുതെ ഇയാൾ ചാനലെടുത്ത് നോക്കിയത്, എന്താ ഇയാൾ ഭയങ്കര നിങ്ങളെ പോലത്തെ തേർഡ് ക്ലാസ് അങ്ങനെ എന്തോ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, ഉള ചാനൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ യൂട്യൂബേഴ്സിനെ പോലത്തെ അങ്ങനത്തതല്ല, എൻ്റെ വേറെ തന്നെ ചാനലാണെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഓവറാണ്. അത് എന്താണെന്നോ എനിക്കറിയില്ല. ഈ ഫേസ്ബുക്ക് പോലത്തെ ഈ പ്ലാറ്റ്ഫോമിൽ ഇയാളുടെ എന്തെങ്കിലും ഒരു വീഡിയോ അല്ലെങ്കിൽ ഇയാളുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിലൊക്കെ കമൻസൊക്കെ ഇങ്ങനെ അറിയോ, പണ്ഡിറ്റ് ജി, സന്തോഷ് പണ്ഡിറ്റ് എന്താണ് ഇത്രയും വിവരമുള്ളൊരു മനുഷ്യൻ ആണോ ഇത്, എന്ത് വിവരമാണ് ഈ പുള്ളി പറയുന്നത്. അതായത് പുള്ളി പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്, അത് സംഭവം ഉള്ളത് തന്നെയാണ്. ഇയാളുടെ സിനിമ വല്ലില്ല ഇയാളുടെ വർത്താനം. ഓക്കെ, ഇയാൾ ശരിയായ ഇങ്ങനെ മറ്റേ ഈ പൊളിറ്റിക്സ് ആണെങ്കിൽ പൊളിറ്റിക്സ്, ഇനിയിപ്പോൾ സിനിമയാണെങ്കിൽ ഇയാളുടെ ഒരു കണക്കുണ്ട്, മറ്റേ 100 കോടി, അപ്പോൾ 40 ടിക്കറ്റ്, അപ്പോൾ ഈ 40 ടിക്കറ്റ് 100 രൂപയുടെ ടിക്കറ്റ് 1000 എണ്ണം, അപ്പോൾ ഇതെങ്ങനെ 100 കോടി ഇതെത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ഓരോ കണക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഏതാ ടീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻസാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണോ എന്നറിയില്ല, പുള്ളിയുടെ ഒരു വിചാരമുണ്ട്, പുള്ളി എന്തോ ഭയങ്കര ഇപ്പോഴത്തെ പിള്ളേർ മൊബൈൽ കൊണ്ട് എടുക്കും, ഇയാൾ പണ്ട് എടുക്കാൻ നോക്കിയ സാധനമില്ല, അതിനേക്കാളും നല്ല സാധനം ഇവരെടുക്കും. നിങ്ങളെ ഈ അലിൻ ജോസ് പെരേരയായിരുന്നു പണ്ടത്തെ നിങ്ങൾ. പിന്നെ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഒരു വിവരമുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ സംസാരിച്ചിട്ട് കുറേ ഇൻ്റർവ്യൂവിലും കുറേ നിങ്ങളുടെ ശരിക്കുള്ള ഈ ശ്രീകണ്ഠൻ നായരിൻ്റെ തന്നെ പണ്ടത്തെ ഈ പുള്ളി പണ്ട് ഏഷ്യാനെറ്റിലോ ഏതൊക്കെ ഉള്ള സമയത്ത് ഉള്ള ഡിബേറ്റിലൊക്കെ നിങ്ങളെ വിളിച്ച് നിങ്ങൾ ആ കണക്ഷൻസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ആൾക്കാർ വിചാരിച്ചു. അത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നിങ്ങളുടെ ചാനലെന്തോ ഭയങ്കര സംഭവമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സിനിമ കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആണ്, ഇത് നിങ്ങൾ ഇറക്കാൻ വേണ്ടി ആൾക്കാർ നിൽക്കുക, അങ്ങനെ വിചാരിക്കരുത്. ഈ ബാക്കിയുള്ളവരെ പുച്ഛിച്ചിട്ടുള്ളൊരു സംഭവം വേണ്ട. കോമാളിത്തരം ആണ്,
നിങ്ങളെന്താ പറയുക, നിങ്ങളുടെ സിനിമയൊക്കെ ഭയങ്കര സിനിമ എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങനെയുള്ള ഇയാൾ സിനിമ ഭയങ്കര സംഭവം എന്നുള്ള അഭിപ്രായമുള്ള ഒരാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയുന്ന റിയാക്ഷൻ വീഡിയോസിന് നിങ്ങൾക്ക് മറ്റുള്ളവരെ വേണം, എനിക്ക് മറ്റുള്ളവരെ വേണ്ട, ഞാൻ എൻ്റെ പൈസ കൊണ്ട് സിനിമ എടുക്കും. സിനിമ എടുത്തോ, പക്ഷെ അത് നിങ്ങൾ കോമാളി ആയിട്ട് തന്നെയാണ് നിങ്ങൾ തുടങ്ങിയത് അല്ലേ? ഇപ്പോഴും നിങ്ങൾ സിനിമ അന്താരാഷ്ട്ര സിനിമ ഫെസ്റ്റിവലിൽ പോണ സിനിമയൊന്നും അല്ലല്ലോ എടുക്കണത്. അപ്പോൾ നമ്മളൊരു ഈ കമൻസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഞാൻ സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ശരിക്കുള്ള നിങ്ങളും നിങ്ങളുടെ സിനിമയും ആയിട്ട് നിങ്ങൾക്ക് ഒരു ബന്ധമില്ല. നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വിവരമുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനും ഉള്ള എന്താ പറയുക അഭിപ്രായമുണ്ട്, അത് നന്നായിട്ട് നിങ്ങൾ പറയുന്നുണ്ട്. നല്ല പ്രസൻറ്റേഷനാണ്. ഡിബേറ്റിലൊക്കെ ഈ ആര് ഓപ്പോസിറ്റ് ഇരുന്നാലും അവരിനെയൊക്കെ പറഞ്ഞ് തോൽപ്പിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഓഫ് കോഴ്സ് ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അതും പറഞ്ഞിട്ട് ഈ ബാക്കിയുള്ളവരൊക്കെ മറ്റേ ടീംസും ഞാൻ ഭയങ്കര ആളാണെന്നുള്ള അതൊക്കെ അത്രയ്ക്ക് വേണം അണ്ണാ. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ? എനിക്കിത് കണ്ടപ്പോൾ ഇങ്ങനെ ഒന്ന് പറയണമെന്ന് തോന്നി. വെറുതെ ആവശ്യമൊന്നുമില്ല, എന്തായാലും വെറുതെ പറയണമെന്ന് തോന്നി. ഇനി എൻ്റെ പുള്ളി നമ്മളെ പോലത്തെ ഈ ചാനൽ, അതായത് നമുക്കിപ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ന്യൂസ് വേണം. ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ന്യൂസ് മറ്റുള്ള ആൾക്കാരുടെ ന്യൂസല്ലേ, അപ്പോൾ അത് വേണം. പുള്ളിക്ക് അത് വേണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അറിയില്ല, നമ്മൾ ചെയ്യുന്നതും കോമാളിത്തരം, നിങ്ങൾ ചെയ്യുന്നതും കോമാളിത്തരം. നമ്മളെല്ലാവരും വി ആർ ഓൾ കോമാളീസ്. ഓക്കെ, വാട്ട് വി ആർ ഡൂയിങ് ഇസ് എൻ്റർടൈനിങ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് വേസ്. അത് നിങ്ങൾ സിനിമ എടുത്ത് ചെയ്യുന്നു, ഈ സീക്രട്ട് ഏജൻറ്റ് കാറിലിരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു, അയാൾക്കും വ്യൂസ് ഉണ്ട്, നിങ്ങൾക്കും വ്യൂസ് ഉണ്ട്. അപ്പോഴേക്കും മറ്റേ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പറൊക്കെ എടുത്തു, എനിക്ക് നിന്നെക്കാൾ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. അതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ടോ? അത് പുള്ളിക്ക് ഈ കോമളിത്തരം എന്ന് പറഞ്ഞാൽ അത്ര പിടിച്ചില്ല. അപ്പോഴേക്കും അങ്ങോട്ട് അടിച്ചു. എന്നിട്ട് പുള്ളി തന്നെ പറയുന്നുണ്ട്, നീ എന്നെ കോമളി എന്ന് വിളിച്ചു, അപ്പോൾ ഞാൻ നിൻ്റെ ചാനൽ അങ്ങനെ വിളിച്ചു എന്നൊക്കെ പുള്ളി തന്നെ പറയുന്നുണ്ട്. വാട്ട് ഈസ് ദിസ്? വാട്ട് ആർ വി ഈവൻ ടോക്കിംഗ് അബൌട്ട്? സോ എല്ലാവരും ടു എൻ്റർടൈൻ പീപ്പിൾ. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര ഞാൻ നിങ്ങളുടെ ചാനലൊക്കെ എങ്ങനെ, എൻ്റെ ചാനലൊന്നും ഇങ്ങനെ പറയേണ്ട ഒരാവശ്യം ഇല്ല എന്നാണ് എൻ്റെ ഒരു ഇതിലിപ്പോൾ ഞാൻ എന്തിനാന്നൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ അറിയില്ല. ഞാൻ വീഡിയോ കണ്ടപ്പോൾ എനിക്കിങ്ങനെ പറയുന്നത് തോന്നി. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ കാര്യമായിട്ടുള്ള ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിനെ പൂട്ടിയിരിക്കുകയാണ് UP ഗവൺമെൻറ്റും യോഗിജിയും കൂടെ. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒരുപാട് പ്രോജക്ട്സ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അനൗൺസ് ചെയ്തൊരു സംഭവമാണ് നീരജ് പാണ്ഡെ ഉണ്ടല്ലോ. നീരജ് പാണ്ഡെ എന്ന് പറഞ്ഞാൽ ആരാണ്? വെനസ്ഡേ സ്പെഷ്യൽ 26ഉം MS ധോണിൻ്റെ സിനിമയൊക്കെ എടുത്ത ആളാണ്, വലിയ ഡയറക്ടറാണ്. പുള്ളിയുടെ മനോജ് ബാജ്പേയിൻ്റെ സിനിമ, മനോജ് ബാജ്പേയിനെ അറിയാമല്ലോ, നമ്മുടെ ഫാമിലി മാൻ്റെ ആൾ. പുള്ളിയുടെ ഒരു സിനിമ ഇവർ അനൗൺസ് ചെയ്തു. അതിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുസ്കർ പണ്ഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ്. നമുക്ക് ഈ ഹിന്ദിയൊന്നും വലിയ അറിയാത്തതുകൊണ്ട് എനിക്കിത് ആദ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഈ ഇൻ്റർനെറ്റിൽ നമ്മൾ എക്സിലെ ബുദ്ധിജീവികളല്ല, റേസിസ്റ്റ് ആയിട്ടുള്ളവരും ഈ കാസ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും കൂടെ ഇറങ്ങി അങ്ങോട്ട് തിരിച്ചു. ഓക്കെ, ഗുസ്കർ പണ്ഡറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ഇവർ പറയുന്നത്, ഇറ്റ്സ് ലൈക്ക് മീനിങ് ഈസ് ലൈക്ക് കറപ്റ്റ് പ്രീസ്റ്റ്, പണ്ഡിറ്റ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. അതായത് ബ്രൈബറി ടേക്കിംഗ് പ്രീസ്റ്റ് എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഈ ഗുസ്കർ പണ്ഡറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് പറയുന്നത് എന്നാണ് ഇവരൊക്കെ പറയുന്നത്. അതാണ് അതിൻ്റെ അർത്ഥം, ഹിന്ദി മീനിങ്ങാണ്. അപ്പോൾ തുടങ്ങി ഇതെന്താ ഉന്നത കുലജാതിക്കാരനെ അപമാനിക്കുന്ന സിനിമയോ നെറ്റ്ഫ്ലിക്സിൽ, എന്താ ധൈര്യമുണ്ട് അവർക്ക് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ഇപ്പം എന്തൊക്കെയോ ഈ എക്സിൽ ഈ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ തെണ്ടികൾ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ഈ പച്ചയ്ക്ക് വർഗീയതയും പച്ചയ്ക്ക് ഈ സാധനങ്ങളൊക്കെ പറയും. നല്ല ആൾക്കാർ വന്ന് അതിനെ എന്താ പറയുക അടി കൂടുള്ളൂ അതിൻ്റെ കമൻസിൽ വന്നിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറയണല്ലോ, വെറുതെ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ആരും ഒന്നും കമൻറ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പറയണം. അപ്പോൾ എന്താ പണ്ഡിറ്റ്സിനെയൊക്കെ
അപമാനിക്കേ ഈ ഒരു പേരിട്ടിട്ട് എന്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കമൻസ് ആയിരുന്നു. ഓക്കെ, അതിപ്പോൾ യു ജി സിൻ്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. ഈ യു ജി സിയിൽ ഇപ്പോൾ ഒരു പുതിയൊരു കമ്മിറ്റി എല്ലാ കോളേജിലും വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെതിരെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ പ്രൊട്ടസ്റ്റൊക്കെ നടത്തി ആ റൂളിനെ തന്നെ ഇവർ ഇല്ലാതാക്കിയാണ്. അപ്പോൾ ഇവരിത്തിരി ഒരു പവറുള്ള ഒരു മറ്റേ എതിർക്കാൻ അല്ലെങ്കിൽ അടികൂടാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ടീംസാണ് ഇപ്പോൾ ഈ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരെന്നാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, നമുക്കിതിനെക്കുറിച്ച് ഇത് ഏത് കാസ്റ്റ് ഇതെന്താണെന്ന് എനിക്ക് വലിയ പിടിയൊന്നുമില്ല. ഇവർ പറയുന്നതാണ് പറഞ്ഞത് ഈ പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞ് ജനറൽ കാറ്റഗറിയിൽപ്പെട്ട നമ്മുടെ ബ്രാഹ്മിൻസിൻ്റെ പോലത്തെ ടീംസാണെന്ന് പറഞ്ഞത്. ഈ നോർത്തിലുള്ള കുറേ കാസ്റ്റ് സംഭവമാണ്. എനിക്ക് വലിയ പിടിയൊന്നുമില്ല ഇതിനെക്കുറിച്ച്. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും എതിർത്തു, ഇൻ്റർനെറ്റ് ഔട്ട്റേജ് ഉണ്ടായി. അപ്പം ഞാൻ ആലോചിക്കുന്നത്, നമ്മുടെ ഒരു സിനിമയും അനൗൺസ് ചെയ്തിട്ടുണ്ട്, കേരള സ്റ്റോറി 2. അതിൻ്റെ ടീസറോ ട്രെയിലറോ എന്തോ ഒരു പണ്ടാരം ഇറങ്ങിയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ അതിൽ ഒരാൾ ശരി കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു, വേറെ 2-3 പെൺകുട്ടികളൊക്കെ വേറെ ഏതോ സംസ്ഥാനത്തു നിന്നാണ്. അതിനെന്താണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത്? വാട്ട് ദ ഫക്ക്? അതിന് ഔട്ട്റേജും ഇല്ല, അതിന് എതിർക്കാൻ ഇവിടെ ആരുമില്ല. ഇങ്ങനത്തെ ഒരു സംസ്ഥാനത്തിന് മൊത്തം അപമാനിക്കുന്ന പോലത്തെ ഒരു സിനിമ ഇറക്കിയിട്ട് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ എന്താ അറിയോ, ഇവർ ഈ ഗുസ്കർ പണ്ഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഇറക്കിയിട്ട് എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ CM ആദിത്യനാഥ് യോഗിജി ഉണ്ടല്ലോ, യോഗിജി ലക്നൗ പോലീസിൻ്റെ അടുത്ത് ഒരു FIR ഫയൽ അങ്ങോട്ട് ചെയ്യാൻ പറഞ്ഞു. ആർക്കെതിരെ? ഡയറക്ടർക്കെതിരെയും നടനെതിരെയും പ്രൊഡ്യൂസർക്കെതിരെയും എല്ലാവർക്കെതിരെയും, നെറ്റ്ഫ്ലിക്സിനെതിരെയും എല്ലാവർക്കും പിൻവലിച്ചു. ഇതൊക്കെ നമുക്കൊന്ന് ചെയ്തുകൂടെ? നമ്മുടെ അതുപോലത്തെ ആൾക്കാരല്ലേ ഇവിടെ ഉള്ളത്? എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് മാത്രം ഒരു സ്പെഷ്യൽ പവർ വല്ലതും ഉണ്ടോ? ഒന്നാമത് ഇതെല്ലാം വോട്ട് ബാങ്കിൻ്റെ സംഭവമാണ്. അതായത് ഇപ്പോൾ ഇവരിത് ചെയ്തില്ലെങ്കിൽ ഈ പണ്ഡിറ്റ്സിൻ്റെ വോട്ട് ഇവർക്ക് കിട്ടില്ല. ആ സ്ഥലത്തൊക്കെ അങ്ങനെ പണ്ഡിറ്റ്സ് ഒരുപാടുണ്ടോ എനിക്കറിയില്ല. എപ്പോഴും ഇവരൊക്കെ ഈ കുറച്ചേ ഉള്ളൂ, മൈനോറിറ്റി ടീംസാണ് ഇവർ കുറച്ചേ ഉള്ളൂ, അവരിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെ വേണ്ടാണല്ലോ എപ്പോഴും പറയുക. അപ്പം ഇവരാണോ കൂടുതൽ? അപ്പം ഇവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ UGC അങ്ങനെ തന്നെയാണ് അത് സ്റ്റോപ്പ് ചെയ്തത്, കോടതി പോയി സ്റ്റോപ്പ് ചെയ്തത്. ഇതും വോട്ട് ബാങ്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ നെറ്റ്ഫ്ലിക്സിൻ്റെ അടുത്ത് പറഞ്ഞ് നെറ്റ്ഫ്ലിക്സിനെ കൊണ്ട് അത് പിൻവലിപ്പിച്ചിട്ട് മിക്കവാറും ഇനി വേറെ എന്തെങ്കിലും പേരിലായിരിക്കും അത് വരിക. തിയേറ്ററിലൊന്നും ഇറക്കാത്തത് ഭാഗ്യം. തിയേറ്ററിൽ ഇറക്കാൻ പോയാൽ സെൻസർ ബോർഡ് ഇത് ഒന്നും കിട്ടാൻ പോകില്ല. അതായത് ഇതെക്കൊണ്ട് സെൻസറിൻ്റെ അടുത്ത് പോയാൽ അറിയാം ഇവിടെ മര്യാദയ്ക്കൊരു സിനിമ ഇറക്കാൻ വിടുന്നില്ല. അപ്പോഴാണ് വിജയിൻ്റെയൊക്കെ സിനിമ എന്തായാലും അതിൻ്റെ അപ്ഡേറ്റ് ഒന്നും കാണാനില്ല. ഇപ്പോൾ ആരും അതിനെക്കുറിച്ച് ഒന്നും പറയണേ ഇല്ല. അപ്പം നമുക്കും ഇതൊക്കെ ചെയ്തുകൂടെ എന്നാണ് എൻ്റെ ചോദ്യം. ഒരു സംസ്ഥാനത്തിന് ഒരു കഥ നിങ്ങൾ എടുത്തു, അത് ഞാൻ എന്തോ പണ്ടാരെ പോട്ടെ, ഇതെന്ത് സിനിമാറ്റിക് യൂണിവേഴ്സാണ്. അത് ഇനി പറയുന്നത് കഥ കേരളത്തിൻ്റെ പോലും അല്ല, ഒരാളാണ് അതിൽ ബാക്കി രണ്ടുപേരും വേറെ ഏതോ സംസ്ഥാനത്തെയാണ്. അതിനെന്താണ് ഈ പേര്? നമ്മളെന്ത് ചെയ്ത്? വേറെ ഒരു സംസ്ഥാനത്തു നിന്നും തീവ്രവാദികളൊന്നും ഇല്ലേ? ഈ ഡൽഹി ഇപ്പോൾ കാർ ബോംബ് ബ്ലാസ്റ്റൊക്കെ നടത്തിയത് ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയിട്ടാണോ തീവ്രവാദികൾ? കേരളത്തിൽ ഇപ്പോൾ ഒരു തീവ്രവാദി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല, തീവ്രവാദികളുണ്ട്, അത് എല്ലാവിടെയും ഉണ്ട്. നമ്മളെ മാത്രം ഒരു ടാർഗറ്റ് ചെയ്തിട്ട് ഇവിടെ മാത്രം തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പക്ക അതാണ് ഒരു തോന്നിവാസം. അപ്പോൾ ഇതിപ്പോൾ ഇവർക്ക് തോന്നി ഈ ഗുസ്കർ പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഈ പണ്ഡിറ്റ്സിനെ അപമാനിക്കുന്ന പോലെ ഒരു പേരാണെന്ന് അവർക്ക് തോന്നി. ഇതുപോലെ നമുക്കും തോന്നുന്നുണ്ട്, ഈ കേരളത്തിൻ്റെ പേര് എന്തിനാണോ നിങ്ങൾ വേണ്ടാത്ത അവിടെ വലിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്തുകൂടെ? ഇതുപോലെ ഈ യോഗിനെ പോലെ FIR ഇടുകയെ അതോ നമ്മൾ വി ഡോണ്ട് കെയർ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആണോ? എനിക്കറിയില്ല. മൊത്തത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നീരജ് പാണ്ഡെയും ഡയറക്ടറും മനോജ് ബാജ്പേയും സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഇത് ഒരു കമ്മ്യൂണിറ്റിനെയോ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. ഈ നമ്മുടെ സിനിമൻ്റെ തുടക്കത്തിൽ ഒരു സാധനം കാണിക്കില്ലേ, ഓൾ ക്യാരക്ടേഴ്സ് ആർ ഫിക്ഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൻ്റെ ഒരു കാര്യമേ ഉള്ളൂ. ഒന്നാമത് ഇത് സെൻസറിന് പോകുന്നില്ല, നെറ്റ്ഫ്ലിക്സിലേക്കാണ് നേരിട്ട് റിലീസ്. അപ്പോൾ പിന്നെ അതിൻ്റെ പേടിക്കണ്ട.
കട്ട് ചെയ്യും കുട്ടിയെന്നൊന്നും പേടിക്കണ്ട. പിന്നെ എന്തിനാണ് അതറിയില്ല കേട്ടാ. ഇത്രയും പവറാണ് അവർക്ക്. നെറ്റ്ഫ്ലിക്സിനെ മറ്റേത് ചെയ്തു, നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൂടെ? ഒരു ഐഡിയ ഇല്ലപ്പാ. റിലീജിയസ് സെൻറ്റിമെൻറ്റ് ഇളകും, പീസ് ആൻഡ് ഓർഡർ നഷ്ടപ്പെടും എന്നാണ് കേസ്. കുറേ സ്ഥലത്ത് കേസ് കൊടുത്തിട്ടുണ്ട്. ഹസ്രത്ത് ഗഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള പോലീസ് സ്റ്റേഷനിലും കേസുണ്ട്. ലക്നൗവിൽ ഇപ്പോൾ മെയിൻ ആൾക്കാർ ഒരു FIR ഇട്ടിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അവരെ പേടിപ്പിച്ച്, ഇനിയിപ്പോൾ പേര് മാറ്റുമോ അതോ സിനിമയെ മൊത്തം ക്യാൻസൽ ചെയ്യുമോ അറിയില്ല. ഞാൻ ആ ട്രെയിലർ കുറച്ച് കണ്ടിട്ട് ഞാൻ നിർത്തി, പിന്നെ കാണാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. കാരണം കുറേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, കുറേ പ്രൊജക്ട്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ മനോജ് ബാജ്പേയിനെ കണ്ടപ്പോൾ ഇപ്പം എന്താ സീരീസ് ആണോ എന്ന് പറഞ്ഞിട്ട് കണ്ടത്, അല്ല സിനിമയായിരുന്നു. നീരജ് പാണ്ഡ്യൻ്റെ സിനിമയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, ഇപ്പോഴാണ് അറിയുന്നത്. ശരിയായ ചങ്ങായല്ലേ ആ വെനസ്ഡേക്ക് ഏത് സിനിമ. അപ്പോൾ അതിൽ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നീരജ് പാണ്ഡ്യയും ഈ മനോജ് ബാജ്പേയും എല്ലാവരും ഈ ജനറൽ കാസ്റ്റിൽ പെട്ട ആൾക്കാരാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇതിൽ പെട്ട ആൾക്കാർ തന്നെ ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ, അത് വേറൊരു ടീംസ്. ലോകം മുന്നോട്ട്, നമ്മൾ എങ്ങോട്ട് അറിയില്ല. ഇങ്ങനത്തെ ഓരോ വള്ളി സാധനമാണ് ഈ നോർത്തിലും മറ്റോടെയൊക്കെ സംഭവിക്കുന്നത്. ഇനി അടുത്തൊരു നോർത്തിൽ സംഭവിച്ചൊരു കാര്യം, ഞാനിങ്ങനെ റാൻഡം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ എക്സിൽ ഒരു സംഭവം കാണാണ്. ഡൽഹി പോലീസിൻ്റെ ഒരു പോസ്റ്റ് എക്സിൽ. അപ്പം അതിൽ പറയുന്നത്, വേണ്ടാത്ത സാധനങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള പെയ്ഡ് പ്രമോഷൻസും വേണ്ടാത്ത എന്താ പറയുക ഹെയ്റ്റ് ക്യാമ്പയിൻ പോലത്തെ സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ FIR എടുക്കും, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. എന്താണ് ഇപ്പോൾ സംഭവം നോക്കിയപ്പോഴാണ് ഞാനിത് വേറൊരു വീഡിയോയിൽ കണ്ടു. എന്ത്, ഒരു PTI, നമ്മുടെ ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അല്ലേ, PTI എന്ന് പറഞ്ഞിട്ടുള്ള ടീംസ് ഉണ്ടല്ലോ, അവർ ഒരു റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടുണ്ട്. ഡൽഹിയിൽ മാത്രം കണക്കിങ്ങനെയാണ്, 806 പേരിനെ ഈ കൊല്ലത്തെ ആദ്യത്തെ 15 ദിവസത്തിൽ കാണാനില്ല ഡൽഹിയിൽ നിന്ന് മാത്രം. 509 സ്ത്രീകളും 298 ആണുങ്ങളും. അതിലെ 191 പേര് മൈനേഴ്സാണ്. ആ മൈനേഴ്സിൽ 146 പേര് മൈനർ ഗേൾസാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു റിപ്പോർട്ടാണ് വരുന്നത്. വരുന്ന ദിവസം ഡേറ്റ് ജനുവരി 30-ാം തീയതിയാണ്. ഈ ജനുവരി 30-ാം തീയതി വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. മർദാനി എന്ന് പറഞ്ഞിട്ടുള്ള ഈ നമ്മുടെ റാണി മുഖർജി അഭിനയിക്കുന്ന ഒരു സംഭവമാണ്. അതിൻ്റെ 3rd പാർട്ടാണ്. അതിൻ്റെ 2nd പാർട്ടാണ് ഞാൻ കണ്ടത്. ഒരു ശരിയായൊരു വില്ലൻ ചെക്കൻ ഉണ്ടായില്ല, ശരിയായ ഡാർക്ക് ചെക്കൻ, കണ്ണിങ്ങനെ എൻ്റെ കണ്ണിൻ്റെ കളർ എന്തോ വേറെയാണ്. അപ്പോൾ ഈ പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തിട്ട് കൊല്ലുന്ന പോലത്തെ ഒരു സീരിയൽ കില്ലറിൻ്റെ കഥയാണ്. 2nd ആണോ 1st ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതെന്തോ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 3rd പാർട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കഥ എന്താ, അതും ഇങ്ങനെ കുറേ കുട്ടികളെ കാണാനില്ല, പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ആരാ പ്രൊഡ്യൂസർ? യശ്രാജാണ്. ആദിത്യ ചോപ്ര യശ്രാജിൻ്റെ പ്രൊഡക്ഷനാണ്. അപ്പോൾ പുതിയൊരു സംഭവം, അപ്പോഴാണ് ഈ ഡൽഹി പോലീസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അത് ഞാൻ വായിക്കുക ജസ്റ്റ്. ആഫ്റ്റർ ഫോളോയിങ് ഫ്യൂ ലീഡ്സ് വി ഡിസ്കവേർഡ് ദാറ്റ് hype around surge in missing girls in Delhi is being pushed by paid promotion. പെയ്ഡ് പ്രൊമോഷൻ കാരണമാണ് ഈ ഡൽഹിയിൽ 800 പേര് മിസ്സിങ് ആയത് എന്നാണ് പറയുന്നത്. ഇത് മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ്. ഇനി ഇങ്ങനെ ചെയ്താൽ സ്ട്രിക്റ്റ് ആക്ഷൻ എടുക്കും എന്ന് ഒരു വാർണിംഗ് പോലെ ഇവർ പറയുകയാണ്. ഓഹോ, അങ്ങനൊരു സംഭവം ഉണ്ട്. അവിടെ ഞാനൊന്ന് ഇറങ്ങി തപ്പിയപ്പോഴാണ് വേറൊരു കോമഡിയാണ്. അതായത് ഈ 800 പേരെന്നുള്ള കണക്കില്ലേ, അതുള്ളതാണ്. പക്ഷേ അത് 800 എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. ആവറേജ് ഒരു മാസം കാണാണ്ടാവുന്നത് 1000 സംതിങ് എന്തോ ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇത് എല്ലാ മാസവും ഇവിടെ നടക്കുന്നതാണ്. അതിങ്ങനെ നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണ് ഇവർ പറയുന്നത്. അതായത് മന്ത്ലി ആവറേജ് എടുക്കുമ്പോൾ ദിസ് ഈസ് എ നോർമൽ മന്ത് എന്ന്. അപ്പോൾ 800 പേര് ഇവിടെ അതറിയില്ല.
800 മിസ്സിങ് കേസ് എന്തോ ആണ്. അപ്പോൾ ഇവരിങ്ങനൊരു റാൻഡം സ്റ്റേറ്റ്മെൻ്റ് ഇടുന്നത്. അതായത് ഇത്ര പേര് പോയിട്ടില്ല, ഇത്ര പേര് തിരിച്ച് ഞങ്ങൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ ഒരു കണക്കില്ല. ഇവർ വെറുതെ ഇങ്ങനത്തെ ഒരു മിണ്ടാണ്ടിരുന്നോ വേണ്ടാത്ത പറഞ്ഞാണ്ടല്ലോ അപ്പം കേസ് എടുക്കുന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത്. what the fuck. വേറൊരുത്തൻ കാര്യമായിട്ട് അവൻ ഇത് പറയുകയാണ്. അതായത് ഒരു വൈറൽ വീഡിയോ ഉണ്ട്, അതിലാണ് അവൻ ഇത് പറയുന്നത് ഇതൊരു കോൺസ്പിരസിയാണ്. ഈ യശ് രാജിൻ്റെ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജനുവരി 30 തന്നെ PTIൻ്റെ റിപ്പോർട്ട് വരും. അതേ ജനുവരി 30 മർദാനിൻ്റെ തേർഡ് പാർട്ട് റിലീസും എല്ലാം കൂടി നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രൊമോഷൻ ടാക്ടിക്സ് ഓഫ് യശ് രാജാണ് ഈ സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാ പറയുന്നത്. പക്ഷേ അതിൽ തന്നെ ആ വീഡിയോയിൽ തന്നെ അവൻ പറയുന്നുണ്ട് ദിസ് ഈസ് എ നോർമൽ നമ്പർ. ഒരു മന്ത്ലി ആവറേജ് എടുക്കുമ്പോൾ 800 എവിടെ പോയി 800 അതറിയില്ല. അത് കഥയും ചോദ്യമില്ല. അപ്പോൾ ഈ ആൾക്കാർ തപ്പിപ്പിറ്റ കണ്ടുപിടിച്ചു. അതായത് ജനുവരി 1 തൊട്ട് ഫെബ്രുവരി 1 വരെ 2025 ഈ മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്തതിൻ്റെ എണ്ണം 1496 എൻട്രീസ് വന്നിട്ടുണ്ട്. അതേ പീരീഡിൽ ജനുവരി 1 തൊട്ട് ഫെബ്രുവരി 1 വരെ 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കൊല്ലം 2159 എൻട്രീസ് വന്നിട്ടുണ്ട്. അതായത് 47% ഇൻക്രീസാണ് മിസ്സിങ് കേസിൽ വന്നിരിക്കുന്നത്. ഈ മിസ്സിങ് കേസിൻ്റെ എൻട്രിയിൽ വന്നിട്ടുണ്ട്. ഇതിലെ പല കേസും ചിലവർ ഇപ്പോൾ ചില ആൾക്കാർക്ക് ഇങ്ങനെ വെറുതെ പോവും. അപ്പോൾ ഇവരുടെ വീട്ടുകാർ ഒരു കേസ് ഫയൽ ചെയ്യും, പിന്നെ അവർ തിരിച്ചു വരും. ചിലപ്പോൾ ഈ ചില കുട്ടികളൊക്കെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയില്ല. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇതെന്ത് കണക്കാണ്? അപ്പോൾ ഇത് ഒരു മാസം 10,000-2000 പേര് ഇങ്ങനെ പോവുകയും എവിടേക്ക് പോകണം? അത് മൈനേഴ്സായിട്ടുള്ള പെൺകുട്ടികളൊക്കെ എവിടേക്കാണ് പോകണം? ഇതൊന്നും ശരിക്കുള്ളതല്ല. ഇതൊക്കെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കളിയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യാൻ. ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടെന്നേ ഞാനിപ്പോഴാണ് അറിയുന്നത്. അതും തിയേറ്ററിൽ ഇല്ല, തിയേറ്ററിലൊക്കെ പോയി, അറിയില്ല. അപ്പോൾ പ്രൊമോഷൻ ടാക്ടിക്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വർക്ക്ഡ് ഓൺ മീ. ഞാൻ ഇങ്ങനൊരു സിനിമ അറിഞ്ഞിട്ടേ ഇല്ല ഇറങ്ങിയത്. സോ ഞാനിപ്പോൾ അറിഞ്ഞു. അപ്പോൾ പ്രൊമോഷൻ ടാക്ടിക് ആണെങ്കിൽ ഇറ്റ് വർക്ക്ഡ്. ഇനി അതല്ല ഇതെന്തോ ആണ് ഇതെന്താണ് ഇത് സംഭവം എന്ന് അറിയുക. കാരണം ഇവർക്ക് അറിയാം 800 അല്ല എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ ഇത് ഇടുമല്ലോ. എന്നാ കാണ്, എൻട്രീസ് കാണ്, 800 പേരൊന്നുമില്ല, അങ്ങനെ ആണല്ലേ. പിന്നെ ഇത് കുറച്ച് ഇപ്പോൾ ഇവർ പറഞ്ഞു ഇത് PR ക്യാമ്പയിനാണ്. PR ക്യാമ്പയിൻ പറഞ്ഞാൽ എന്താണ്? കുറച്ച് ഇൻഫ്ലുവൻസേഴ്സും മറ്റുള്ള ടീംസൊക്കെ ഇൻസ്റ്റാഗ്രാമുള്ള അവന്മാരിൽ ഇത് പോസ്റ്റ് ചെയ്യുക. ഇതല്ല, ഇത് ന്യൂസ് മീഡിയയും ന്യൂസുകാരും NDTV പോലത്തെ മറ്റേ ഇവരുടെ തന്നെ മറ്റേ അംബാനിൻ്റെ ചാനലും മണി കൺട്രോൾ പോലത്തെ അംബാനിൻ്റെ ന്യൂസ് 18 പോലത്തെ ചാനലും NDTV നമ്മുടെ അദാനിൻ്റെ NDTV എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഒരു ടീംസ് മാത്രം പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു എന്ന് പറയാനും പറ്റില്ല. കാരണം ജസ്റ്റ് ഒന്ന് 800 മിസ്സിങ് ഡൽഹിയിൽ നിന്ന് അടിച്ചു പോകുന്ന ഒരു ലോഡ് ന്യൂസ് റിപ്പോർട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം എന്താ ഇത് ഇവർക്കൊക്കെ ഈ പ്രൊഡ്യൂസർ പൈസ കൊടുക്കുക? ഐ തിങ്ക് സോ. അപ്പം എന്തോ ആണ്. ഓക്കെ, സോ അതാണ് ഈ ആഴ്ചത്തെ ഭയങ്കര 2-3 മെയിൻ ന്യൂസുകൾ. പിന്നെ അടുത്തൊരു മെയിൻ നല്ലൊരു കാര്യം, നല്ലൊരു അനൗൺസ്മെൻറ്റ് വന്നത് ഫ്രമ്മിൻ്റെ, നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഫ്രമ്മിൻ്റെ 4th സീസൺ ഏപ്രിൽ 19 വരുന്നുണ്ട്. ഈ സീസണിലെങ്കിലും കുറച്ച് ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവമാണ്. 3ാമത്തെ സീസൺ ഇറ്റ്സ് ലൈക്ക് അതാണ് ഞാൻ എപ്പോഴും പറയില്ല. ഇപ്പോൾ ഇവന്മാരുടെ വിചാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ എടുക്കുന്ന പോലെയാണ് ഈ ഒരു സീസൺ. ഒരു സീസൺ മുഴുവൻ ഞങ്ങൾ ഇരുന്ന് കാണില്ലേ? അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഒരു റീസൺ അതല്ല. ഈ ഫ്രമ്മ് നിങ്ങൾ ആയതൊട്ട് കാണുന്ന ആളാണെങ്കിൽ 3rd സീസൺ നമ്മൾ ഇത്ര എക്സ്പെക്റ്റേഷനിലാണ് കാണുന്നു. ഈ സീസണിൽ നമുക്ക് കുറച്ച് ഉത്തരം കിട്ടും. ഇതെന്താ സ്ഥലം, ഇതെവിടെയാണ്, ഇതെന്താണ്? മോർ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഉള്ളത്. അതായത്
ചോദ്യങ്ങളാണ് കൂടിയത്, ഉത്തരങ്ങൾ ഇപ്പോഴും അറിയില്ല. ഇതൊക്കെ എന്താണ് നടക്കുന്നത് ഒരു പിടിയില്ല. ഇറ്റ് വാസ് എ ക്രേസി സീസൺ, കിടിലൻ സീസണൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് എന്തൊക്കെ പറഞ്ഞു താടേ അതായത് ശരിക്കും ലോസ്റ്റ് പോലെ. ഈ ലോസ്റ്റിൽ നിങ്ങൾ ലോസ്റ്റ് കണ്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ലോസ്റ്റിൽ എക്സ്പ്ലനേഷൻ ഉള്ള കുറേ സാധനങ്ങളുണ്ട്, എക്സ്പ്ലനേഷൻ ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇവർ ഓൺ ദി ഗോ ആണ് എഴുതുന്നത്. അതായത് ഇവരിപ്പോൾ ഒരു എൻഡിങ് കണ്ടിട്ട് അതിലേക്ക് എത്തിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഇവരിപ്പോൾ എഴുതി പോവുകയാണ്. അതേ ലോസ്റ്റിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഫ്രമ്മിലുള്ളത്. ഫ്രം ആദ്യം ഒരു ചെറിയൊരു എന്താ പറയുക സീരീസ് ആയിരുന്നു. പിന്നെ അതിനിപ്പോൾ MGM ഇപ്പോൾ ആമസോൺ പ്രൈമിലൊക്കെയാണ് അത് സ്ട്രീം ചെയ്യുന്നത്. പണ്ട് അത് സ്ട്രീം ചെയ്യാൻ കൂടെ കിട്ടില്ല. ഫസ്റ്റ് സെക്കൻഡ് സീസണൊക്കെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ട് സ്ട്രീം ചെയ്യാൻ ഇല്ല ഇന്ത്യയിൽ. വാട്ട് ദ ഫക്ക്. അപ്പോൾ അങ്ങനെയായിരുന്നു സംഭവം. ഇപ്പോൾ ഭയങ്കര പോപ്പുലറായി. ഇപ്പോൾ ഇനിയിപ്പോൾ കുറേ ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടാവും, ഭയങ്കര CGI ഒക്കെ ചെയ്യാനുള്ള പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല. ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് നോ ആൻസേഴ്സ് ആയിരുന്നു തേർഡ് സീസണിൽ. ഇതിലെങ്കിലും ടീച്ചറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കാണാം. കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ കാണാൻ പറ്റില്ലല്ലോ, വേറെ വഴിയൊന്നുമില്ല. സോ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. ഏപ്രിൽ 19 ഇനിയിപ്പോൾ അടുത്തൊന്നുമില്ല. ഏപ്രിൽ 1 2 മാസം കഴിഞ്ഞാൽ ഏപ്രിലായി. പിന്നെ അടുത്തൊരു ന്യൂസ്, മെയിൻ ന്യൂസ് വരുന്നത് വെച്ചാൽ നമ്മുടെ കൽക്കി 28 ആ സംഭവം ഉണ്ടല്ലോ, 2889 ആ ഒരു പരിപാടി, 2898 AD നമ്മുടെ പ്രഭാസിൻ്റെ സിനിമ. അതിൽ ദീപിക പദുക്കോനെ എന്തൊക്കെയോ ചോദിച്ച് പ്രശ്നമുണ്ടാക്കി. ദീപിക പദുക്കോനെ ഇവർ ഒഴിവാക്കി. ദീപിക പദുക്കോൻ ഇവരിനെ ഒഴിവാക്കിയെന്ന് ഇവർ പറയും. അവർ പറയും ദീപിക പദുക്കോനെ ഇവർ ഒഴിവാക്കിയെന്ന്, സിനിമാക്കാർ ഒഴിവാക്കിയെന്ന്. ദീപിക പദുക്കോൻ ഇറങ്ങിപ്പോയിന്ന് ദീപിക പദുക്കോൻ്റെ PR ടീം പറയും. മൊത്തത്തിൽ അടിച്ച് പിരിഞ്ഞ് പോയി. അപ്പോൾ ആ ഒഴിവിലേക്ക് ആര് വന്നു? അത് പുതിയൊരു കാസ്റ്റിങ്ങിനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പവർഫുൾ ഒരു ക്യാരക്ടറാണുള്ളത്. ആ ഒരു നമ്മുടെ ഡെനീറിസിനെ പോലത്തെ ഒരു സീനൊക്കെ ഉണ്ട്, ഒരു തീൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വരുന്നത്, ഒരു കുട്ടീനെ കൊണ്ട്. എൻ്റെ അമ്മ കുട്ടീനെ കൊണ്ടാ അല്ല പ്രസവിച്ചിട്ടില്ല. പ്രസവിച്ചിട്ട് വരാണോ? അത് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തോ ആ തീൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ശരിയായ സീനാണ് ടമ്മു. അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള സീനാണ്, ഡെനീറിസിൻ്റെ സെയിം സീനാണ്, തീൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന പോലത്തെ. പക്ഷേ ആ ഒരു സംഭവം ശരിയായൊരു പരിപാടിയായിരുന്നു. ആ ദീപിക ഒരു ഓറ ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് കിട്ടിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആര് കുറേ പേരുകളൊക്കെ പറഞ്ഞിട്ട് മൃണാളൊക്കെ ഒരു ചെറിയ റോളിലൊക്കെ ഉണ്ടായിരുന്നു ഈ കൽക്കിയിൽ. ആദ്യം വെറുതെ ഒരു റോള് അപ്പോൾ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനിയിപ്പോൾ ആരാണ് അടുത്തത് നോക്കി നിൽക്കുകയായിരുന്നു. കുറേ പേരുകളൊക്കെ കേട്ടു. ആരുമല്ല, ഇപ്പോൾ സായ് പല്ലവിനെ കൺഫേംഡ് ചെയ്തു എന്ന് ഒരു അൺഒഫീഷ്യൽ ന്യൂസ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കൺഫേംഡ് ആയ പോലത്തെ ന്യൂസാണ്. റെഡിറ്റിൽ കണ്ടോ കൺഫേമായി, വേറെ ഒന്നും നോക്കാനില്ല. ഒമ്പത്തെ സീനാണ്. അപ്പോൾ സായ് പല്ലവി ഈസ് റിപ്ലേസിങ് ദീപിക പദുക്കോൺ ഇൻ കൽക്കി 2898. ഓക്കെ, എന്താ ഇതിൻ്റെ 28 ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ ഒക്കെ കഥ കുറച്ച് ഓർമ്മയുണ്ട്. എന്നാലും അതിൻ്റെ ആ ഒരു എൻഡിങ് ഒക്കെ എന്തായിരുന്നു ഒരു ഐഡിയ ഇല്ല. അതുപോലത്തെ വേറൊരു ന്യൂസ് വരുന്നുണ്ട്. നമ്മുടെ പ്രശാന്ത് നീലിൻ്റെ അടുത്ത സിനിമ NTR വെച്ചിട്ടാണ്. സലാർ 2 എടുക്കാണ്ട്, KGFൻ്റെ തേർഡ് പാർട്ട് എടുക്കാണ്ട്. ഇതൊക്കെ എപ്പോൾ എടുക്കും അണ്ണാ? നിങ്ങൾ എന്താ കാണിക്കുന്നത്? ഇതാണ് ഇപ്പോഴത്തെ ഈ ലോകേഷിൻ്റെ അതേ പ്രശ്നമാണ് ഈ പ്രശാന്ത് നീൽ. ഇവർക്ക് സമയം വേണം, സമയം എടുത്ത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇങ്ങനത്തെ ഓരോ പ്രോജക്ട്സാണ് ഇവർ എടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു സംഭവം ഫിനിഷ് ചെയ്തിട്ട് അടുത്തെടുക്കുക. ഇത് ഒന്നെടുക്കും, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ഒന്നെടുക്കും. അപ്പോൾ അത് ഫ്ലോപ്പ് ആവും. അപ്പോൾ ഇയാളുടെ മാർക്കറ്റ് ഇടിയും. അപ്പോൾ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവില്ല. ഈ ഹിറ്റായ സാധനത്തിനെ എടുക്കാൻ പോലും പ്രൊമോട്ടേഴ്സ് ഇല്ലാണ്ടാവും. ഒന്നില്ലെങ്കിൽ ഒരു സാധനം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തത് എടുക്കുക.
ഈ ഒരു നായകൻ്റെ ഒരു ഡേറ്റ് കിട്ടി, ഇപ്പോൾ രജനീകാന്തിൻ്റെ ഡേറ്റ് കിട്ടി എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിൻ്റെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ട് സിനിമ ചെയ്ത് വെച്ചതാണ് ആ കൂലി. അതേപോലെ ആവും തോന്നുന്നുണ്ട് ഈ അടുത്തതും പ്രശാന്ത് നീലും NTR. അപ്പോൾ അതിൻ്റെ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ടൊവിനോ ആണ് അതിൽ വില്ലൻ. അത് എല്ലാവർക്കും അറിയുന്ന ന്യൂസാണോ എന്നറിയില്ല, എനിക്കിത് ഫസ്റ്റ് ന്യൂസായിരുന്നു. ടൊവിനോ നെഞ്ചക്സൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ട്രെയിൻ ചെയ്യുന്ന കുറേ സംഭവം കണ്ടു. അപ്പോഴാണ് ഇങ്ങനെ പറയുന്നത് ഈ പ്രശാന്ത് നീലിൻ്റെ NTRൻ്റെ സിനിമയിൽ വില്ലൻ അല്ലെങ്കിൽ ആൻറ്റാഗണിസ്റ്റ് പോലത്തെ ക്യാരക്ടർ ടൊവിനോ ആണ് എന്നുള്ള കാര്യം. ദാറ്റ് വാസ് എ ന്യൂ ന്യൂസ് ഫോർ മീ. നിങ്ങൾക്ക് ഇത് നേരത്തെ അറിയുമോ എനിക്കറിയില്ല. സോ ദാറ്റ് വാസ് എ ന്യൂസ്. ഓക്കെ, ഇനി ഒരു അവസാനത്തെ ന്യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്നറിയില്ല, യൂട്യൂബൊക്കെ പണ്ടോട്ടേ കാണുന്നവർക്ക് അറിയാം, ഈ PewDiePie ഒക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ കുറേ ശരിയായ കുറേ ഈ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ശരിക്കും പറയാം. അതിലൊരാളാണ് മാർക്കിപ്ലയർ എന്ന് പറഞ്ഞിട്ടൊരു ചങ്ങായി. അതായത് ഒരുപാട് ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു യൂട്യൂബർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇയാളുടെ വീഡിയോ സ്ഥിരമായിട്ടൊന്നും കാണാറില്ല, പണ്ട് ആ PewDiePie ഒക്കെ ആ ഒരു കാലഘട്ടത്തിൽ കണ്ടതാണ്. കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു പരിപാടിയാണ് പുള്ളി. അപ്പോൾ പുള്ളിക്ക് ഇങ്ങനെ കുറച്ചൊരു കുറേ ഫാൻസ് ഉണ്ട്. എപ്പോഴും ഈ മാർക്കിപ്ലയറിൻ്റെ അങ്ങനത്തെ ഒരു ഇതാണ് ഇത്. അല്ലാണ്ട് കുറേ ഹെയ്റ്റ് ക്യാമ്പയിൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. നൈസൊരു ചങ്ങായാണ്. പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ലങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡി ഗെയിമുണ്ട്. ഓക്കെ, ആ ഇൻഡി ഗെയിമിനെ പുള്ളീൻ്റെ തന്നെ പൈസയൊക്കെ എടുത്ത് ഒരു 3 മില്യൺ ചിലവാക്കിയിട്ട് പുള്ളി എന്നെ ഡയറക്റ്റ് ചെയ്ത് തോന്നുന്നു. അയൺ ലങ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഒരു ഇൻഡി ഹൊറർ ഗെയിമാണ് ഈ അയൺ ലങ്. അതിനെ അഡാപ്റ്റ് ചെയ്ത് ഒരു സിനിമ എടുത്തു. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ശരിയായൊരു, അതായത് പുള്ളിയുടെ ശരിക്കും ഇങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ചെയ്ത ഇവനെ അല്ല അറിയോ ആ സീനായിരിക്കും. അപ്പോൾ നാളെ മറ്റൊക്കെ അശ്വന്ത് കോക്ക് ഒരു സിനിമ എടുത്താൽ ഇവനൊക്കെ വല്ലേ അറിയോ എന്നുള്ള ലെവലിലായിരിക്കും ഇവിടെ. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ അവൻ്റെ ഒരു കോർ ഫാൻസ് ഉണ്ട്. അപ്പോൾ കോർ ഫാൻസ് ആണോ എന്താണെന്നും അറിയില്ല. സംഭവം എന്താ വെച്ചാൽ കയറി അങ്ങോട്ട് കൊളുത്തി. 100 തിയേറ്ററിലായിരുന്നു ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഇത് എത്ര 2500 തിയേറ്ററിലോ അങ്ങനെ എന്തോ ഈ സിനിമയുണ്ട്. ആദ്യത്തെ വീക്ക് എല്ലാ ഹോളിവുഡ് സിനിമനേക്കാളും ഈ സെൻറ്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞൊരു ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സാം റൈമിൻ്റെ. അതായിരുന്നു ഫസ്റ്റ്, അതുവരെ ഫസ്റ്റ്. ഇത് $21.1 മില്യൺ ഫസ്റ്റ് വീക്കിൽ, ആ വീക്ക് കഴിയുമ്പോൾ കളക്ഷൻ വന്നു. ഇപ്പോൾ $38.3 മില്യൺ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ ഇറ്റ്സ് എ ഹാപ്പി ന്യൂസ് ആക്ച്വലി. ഒരു പണ്ട് ആ ഒരു ജേണി, അതായത് ഇയാൾ യൂട്യൂബറായിട്ട് കുറേ കാലം ഇരുന്ന് അവസാനം ഒരു സിനിമ എടുത്ത് ആ സിനിമ എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എൻ്റെ ഇറ്റ്സ് എ ഹ്യൂജ് ഹിറ്റ്. $3 മില്യൺ ചിലവാക്കിയിട്ടുള്ളൂ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ യൂട്യൂബ് ചാനൽ തന്നെ ഇട്ട വല്ല സംഭവമായിരിക്കും. പക്ഷെ അത് എന്തായി, വലിയ സംഭവമായി, വലിയ ബഡ്ജറ്റിൽ, വലിയ ബോക്സ് ഓഫീസ് കളക്ഷൻ കിട്ടി. സോ അതാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ്. ലെറ്റ്സ് ഗോ ടു ന്യൂ മൂവീസ് ആൻഡ് സീരീസ് അപ്കമ്മിങ് ആൻഡ് ഓൾറെഡി ഇപ്പോൾ ഉള്ളതും ഇല്ലാത്തതും എല്ലാം തിയേറ്ററിൽ OTT ലോകമുള്ളതൊക്കെ. ലെറ്റ്സ് ഗോ. പുതിയ ഷെർലോക്കിൻ്റെ ഒരു സീരീസ് വരുന്നുണ്ട്. ഈ എനോല ഹോംസ് പറഞ്ഞിട്ടുള്ള ഓൾറെഡി ഒരു സീരീസ് ഉണ്ട്. ഷെർലോക്കിൻ്റെ അനിയത്തിയുടെ നമ്മുടെ മില്ലി ബോബി ബ്രൗൺ, നമ്മുടെ 11 അഭിനയിക്കുന്ന നെറ്റ്ഫ്ലിക്സിലുണ്ട്. അത് കിടിലൻ സീരീസാണ്. അത് ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ ഷെർലോക്ക് ഹോംസിൻ്റെ മകൻ്റെ, യങ് ആയിട്ടുള്ള മകൻ്റെ ഒരു സംഭവം, അത് ആമസോൺ പ്രൈമിലാണ് വരുന്നത്. ഗൈ റിച്ചി ഇല്ലേ, ഷെർലോക്കിൻ്റെ സിനിമ എടുത്ത ആളില്ലേ, അതുപോലെ ഈ ഗാങ്സ്റ്റർ മൂവീസൊക്കെ എടുക്കുന്ന, ഈ ജെൻറ്റിൽമാൻ സീരീസൊക്കെ എടുത്ത, ജെൻറ്റിൽമാൻ മൂവിയൊക്കെ എടുത്ത ആളില്ലേ, ഗൈ റിച്ചി എന്ന പുള്ളിയുടെ പേര്. പുള്ളി ആണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്തോ, ആ ഷോൻ്റെ മെയിൻ ആൾ. ഓക്കെ, ആമസോൺ പ്രൈമിൽ വരുന്നുണ്ട് മാർച്ച് 4 അതും അടുത്ത്. ഇതൊക്കെ ഇപ്പോൾ അവർ അങ്ങനെ അനൗൺസ് ചെയ്യുന്നു, ഇറക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടിയിലാണ്. അടുത്തത് വാർ മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ വരുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ബാറ്റിൽ ഷിപ്പ് എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. ഓക്കെ, ആ ബാറ്റിൽ ഷിപ്പ് ഓൺ ഗ്രൗണ്ട്, ബാറ്റിൽ ഷിപ്പ് കടലിലാണ്, ഇത് ബാറ്റിൽ ഷിപ്പ് ഓൺ ഗ്രൗണ്ട്. ഒരു ഏലിയൻ വരുന്നത് ഒരു മിലിറ്ററി
എക്സസൈസിൻ്റെ ഇടയിലാണ്, അതായത് ഇവരൊരു മിലിറ്ററി ട്രെയിനിങ് ഒരു ക്യാമ്പിൻ്റെ പോലത്തെ ഒരു പരിപാടിൻ്റെ ഇടയിലാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, അതാണ് ബാറ്റിൽ ഷിപ്പിൽ. അത് നേവിൻ്റെ കഥയായിരുന്നു, ഇതിപ്പോൾ ഒരു ആർമിൻ്റെ കഥ പോലെ. നമ്മുടെ ഇയാളില്ലേ റീച്ചർ എന്നല്ലേ എൻ്റെ പേര്, ഈ അലൻ റിച്ച്സൺ എന്തോ ആ ചങ്ങായിലൊരു സൈസ് ചങ്ങായി. അപ്പോൾ പുള്ളിയാണ് ഇതിൻ്റെ വാർ മെഷീനിൽ വരുന്നത്. ഫുള്ള് കോമഡിയാണ്. ഇതിൻ്റെ ട്രെയിലർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വാർ മെഷീൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കുറേ പേര് മാർവലിൻ്റെ വാർ മെഷീൻ ഇല്ലേ അതാണോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ മറ്റേ മാർവൽ മറ്റേ ഇയാളില്ലേ പറക്കുന്നില്ലേ ഇതെന്താ ഇത് വേറെ വാർ മെഷീനോ എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസാണ്, കുറേ കോമഡി കമൻസ് ഉണ്ട് അതിൽ. ദേ റീപ്ലേസ്ഡ് ഹിം എഗെയിൻ എന്ന് വെച്ചിട്ട്. കാരണം ഓൾറെഡി വാർ മെഷീൻ ഒരാൾ റീപ്ലേസ് ചെയ്തിട്ട് വേറെ ആൾ വന്ന് ഡൗൺ സീറ്റിൽ വന്നിട്ട് പിന്നെ ഇപ്പോൾ പുള്ളിയാണല്ലോ, അപ്പോൾ വീണ്ടും ഇയാളെ മാറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ അതിൻ്റെ കമൻസ് നടക്കുന്നത്. പിന്നെ അപ്കമിങ് ആയിട്ടുള്ളത് ഫെബ്രുവരി 13. എന്താ ഈ ഫെബ്രുവരി 13 പ്രത്യേകത എന്ന് എനിക്കറിയില്ല. ഒരു ലോഡ് സിനിമ വാലൻറ്റൈൻസ് ഡേ ആയിട്ട് ആണോ അതിനൊക്കെ ഇങ്ങനെ ഇത്രയും സിനിമകൾക്ക് ഈ വെക്കേഷൻ എന്തൊക്കെയാണ്? വെക്കേഷൻ അല്ലേ, ഇപ്പോൾ എക്സാമിൻ്റെ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. എത്ര സിനിമ അറിയോ? ഓ റോമിയോ എന്ന് പറഞ്ഞിട്ട് വിശാൽ ഭരദ്വാജ് ശരിയായ ഒരു ചങ്ങായ, കുറേ ആയിട്ട് ഒരു ഹിറ്റ് കിട്ടിയിട്ടില്ല അതുള്ളൂ. ശരിയായ എനിക്ക് ഹിന്ദിയിൽ എന്താ പറയുക, ഒരു ശരിയായൊരു ഡയറക്ടർ എന്നുള്ള ഒരു വിശ്വാസമുള്ള ആളാണ് വിശാൽ ഭരദ്വാജ്. പുള്ളിയുടെ ഷാഹിദ് കപൂറിൻ്റെ സിനിമ ഓ റോമിയോ എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നുണ്ട്. വുത്തറിങ് ഹൈറ്റ്സ് വരുന്നുണ്ട്, ജേക്കബ് എല്ലോഡിൻ്റെയും നമ്മുടെ എന്താണ് മാർഗോ റോബിയും ജേക്കബ് എല്ലോഡിയും ശരിയായ ഇൻറ്റിമേറ്റ് സീൻസൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെന്നെ തള്ളി മറിക്കുന്നുണ്ട്. പ്രമോഷൻ ഫുൾ അങ്ങനത്തെ ഒരു വൈബിലാണ് പോകുന്നത്. അതെന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ എന്താണ് സുഖമാണ് അങ്ങനെ ഒരു ഈ ദേവികയും നമ്മുടെ മാത്യുവും കൂടിയിട്ടുള്ളൊരു സിനിമ, അതിൻ്റെയും ട്രെയിലറോ എന്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും ഫെബ്രുവരി 13. പെണ്ണും പൊറോട്ടം എന്ന് പറഞ്ഞിട്ട് ഈ IFFKയിലൊക്കെ എന്തൊക്കെയോ പോയൊരു സിനിമയാണ്. ഈ എന്താണ് നമ്മുടെ രാജേഷ് മാധവനില്ലേ, പുള്ളി ഇങ്ങനത്തെ സിനിമ ഓഫ് ബീറ്റ് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ചങ്ങായി, ശരിയായ ഒരു ചങ്ങായില്ലേ. അപ്പോൾ ആ പുള്ളി ഡയറക്റ്റ് ചെയ്തതോ അങ്ങനെ എന്തോ ആണ്, നല്ല സിനിമയാണെന്നൊക്കെ ഈ ബുദ്ധിജീവികൾ പോയ IFFKയിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതും ഇറങ്ങുന്നുണ്ട് ഫെബ്രുവരി 13. പിന്നെ ദ ക്രൈം 101 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മറ്റേ ഹെംസ്വർത്തും തോറും ഹൾക്കും കൂടെയുള്ള നമ്മുടെ മാർക്ക് റഫല്ലോവും ഹെംസ്വർത്തും കൂടെയുള്ള സിനിമ 13 തീയതി. അതും നൈസ് സിനിമയാണ്. ഈ ഒരു എന്താണ് ബാങ്ക് റോബറി അല്ല, ഈ എന്തോ റോബറി കൈൻഡ് ഓഫ് സിനിമ. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ്. ഇതെല്ലാം ഈ 1, 2, 3, 4, 5 സിനിമകൾ 13 തീയതി ഇറങ്ങണം. വാട്ട് ദ ഫക്ക്. ഈ ഇതിൽ ഏതൊക്കെ എനിക്ക് ക്രൈം 101 വുത്തറിങ് ഹൈറ്റ്സ് എന്ന് കാണുന്നുണ്ട്. ഓ റോമിയോ സംശയമാണ്, നോക്കാം എന്താണ് പരിപാടി എന്ന്. ഓക്കെ. പിന്നെ OTTയിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്ടംപോലെ സിനിമകൾ വന്നിട്ടുണ്ട്. ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. ഇറ്റ്സ് എ അനിമേറ്റഡ് മൂവി, ബട്ട് ദാറ്റ് ഈസ് എ ബെസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് മൂവി ഐ ഹാവ് എവർ വാച്ച്. ഫസ്റ്റ് ട്രാൻസ്ഫോമേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് കിട്ടിയ സിനിമയാണ്. കുറച്ച് പണ്ട് ഇറങ്ങിയതാണ്, അതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നെറ്റ്ഫ്ലിക്സ് കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണാം. ഹാംനെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമ, ഈ ഷേക്സ്പിയറിൻ്റെ നോവലിനെ ബേസ് ചെയ്തിട്ട് എന്തോ ആണ്. ഈ എറ്റേണൽസ് എടുത്തില്ലേ ഒരു ഡയറക്ടർ, ഒരു ഏഷ്യക്കാരി ഡയറക്ടറാണ്, പേര് ഓർമ്മയില്ല. അവരുടെ നമ്മുടെ മെസ്കലുണ്ടല്ലോ, പോൾ മെസ്കൽ അഭിനയിക്കുന്ന സിനിമ, ഭയങ്കര സെൻറ്റി സിനിമ എന്ന് പറഞ്ഞിട്ട് ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡിജിറ്റൽ റിലീസാണ്, OTTയിലില്ല, ഡിജിറ്റൽ ഇറങ്ങിയിട്ട്. ഹാംനെറ്റ് ഓസ്കാർ നോമിനേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര സെൻറ്റി സിനിമ എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത്ര നല്ല ഡയറക്ടറിനെ കൊണ്ടാണ് ആ എറ്റേണൽസൊക്കെ എടുപ്പിക്കാൻ നോക്കിയത്. ഓരോ പ്രാന്ത്. പരാശക്തി ഫെബ്രുവരി 7
ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്, പരാശക്തി ഇറങ്ങിയിട്ടുണ്ട്, രാജാ സാബ് ഇറങ്ങിയിട്ടുണ്ട് ജിയോയിൽ. എനിക്കത് കാണുന്നുണ്ട്. എല്ലാവരും ഊക്കി വിട്ട സിനിമ. ഇനി കുറേ ഇത് ഇറങ്ങി നോക്കിയോ, എന്ത് മറ്റേ ഈ ഇവിടെ ട്രോളല്ല, റോസ്റ്റ് ഇഷ്ടം പോലെ റോസ്റ്റ് വരാനുണ്ട് നോക്കിയോ. അതിൽ 2-3 സീനൊക്കെ കണ്ടു പോലത്തെ ക്രിഞ്ച് പറഞ്ഞ ക്രിഞ്ചോൾസ്കിസാണ്. പിന്നെ നൈറ്റ് റൈഡേഴ്സ് ഉണ്ട്, ഈ നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് ഉണ്ട്, മാത്യുവിൻ്റെയും വേറെ കുറച്ച് പേരുണ്ട് സിനിമ. C5 ഇറങ്ങിയിട്ടുണ്ട്, അതൊന്ന് കാണുന്നുണ്ട്. അന്ന് കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. സോ ഇത്രയും സിനിമകളും സംഭവങ്ങളും വരുന്നുണ്ട്. ലോഡ് ഓഫ് മൂവീസ് നെക്സ്റ്റ് വീക്ക്. ഓക്കെ, മേ ബി ഏത് കാണണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏത് സിനിമയാണ് കാണേണ്ടത്, ഏത് സിനിമയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഏത് സിനിമയാണ് കാണേണ്ടത് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യൂ, നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീക്സ് ഷോ. സീ യു നെക്സ്റ്റ് വീക്ക്.